Hi, Lisa. Hi, Joel. ഹായ്. എല്ലാവരും ജോയിൻ ചെയ്യുമ്പോ ടൈം എടുക്കുമോ? എന്താ? ഞാൻ ഞാൻ പറയുന്നു ഓഡിബിൾ ആണോ? യെസ്, കേൾക്കാം. എല്ലാവരും ഒറ്റമണി. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാല്ലേ? വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ചെയ്യാം. നമ്മളെന്തായാലും ഹാൻഡ്സ് ഓൺ ആയിട്ടാണല്ലോ ചെയ്യുന്നത്. സോ ഐ എം എക്സ്പെക്ടിങ് എവ്രി വൺ വിൽ ബി ഹോസ്റ്റിംഗ് വിത്ത് മീ എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വന്നിട്ടുള്ള ആൾക്കാര് ഡു സ്മോൾ ടാസ്ക് ദാറ്റ് ഇസ് ഞാനൊരു ഡെമോ ആയിട്ടുള്ള ഒരു റെപ്പോ ഉണ്ടാക്കിയിട്ടുണ്ട്. സോ യു ഗൈസ് നമുക്ക് ഒരുമിച്ച് ഹോസ്റ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ അതിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം. സോ നിങ്ങൾ എന്തായാലും ഗിറ്റ്ഹബിന്റെ സെഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണല്ലോ. ഇറ്റ് ഇസ് എ ഗിറ്റ്ഹബ് URL ആണ്. ഐ വിൽ ഷെയർ ഞാനത് ചാറ്റിൽ ഇട്ടിട്ടുണ്ട്. ഇതാണ് URL. ഇതില് നമുക്ക് ഹോസ്റ്റ് ചെയ്യേണ്ട 2 പ്രോജക്ട്സ്, ഹാൻഡ്സ് ഓൺ ആയിട്ട് ചെയ്യേണ്ട 2 പ്രോജക്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് HTML CSS JavaScript ഉള്ള ഒരെണ്ണം. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it has back end, front end and database. So what I want you guys to do is ഇതിപ്പോ GitHub വെബിലാണല്ലോ കിടക്കുന്നത്. സോ യു ഹാവ് ടു ഈ റെപ്പോ നിങ്ങളുടെ ലോക്കൽ മെഷീനിൽ കൊണ്ടുവരണം. ലോക്കൽ മെഷീൻ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ. സോ വാട്ട് ഷുഡ് യു ഗൈസ് ഡു? സോ ഇത് വേറൊരാളുടെ റെപ്പോ ആയതുകൊണ്ട്, അതായത് ഇതിപ്പോ എന്റെ റെപ്പോ ആയതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ഇപ്പൊ നിങ്ങൾ അന്ന് പഠിച്ചിട്ടുണ്ടാവുക, നിങ്ങൾ ക്ലോൺ ചെയ്യാൻ ചെയ്തിട്ടുണ്ടാവുക. അതായത് എവിടെയാ സ്ക്രീൻ ഷെയർ. എന്തായാലും 42 ആൾക്കാർ വന്നോ? ഓക്കെ, ഇനിയും ആൾക്കാർ വെയിറ്റിംഗ് ടു ബി അഡ്മിറ്റഡ് എന്ന് പറയുന്നുണ്ടായിരുന്നു. കുറച്ചുകൂടി കഴിഞ്ഞിട്ട് സ്ക്രീൻ ഷെയർ ആൻഡ് ഷോ how to fork and സംഭവങ്ങൾ. പക്ഷെ if you guys are curious and want to do it, by the time we wait, you can do it. So what we will actually do is നമ്മൾ ഈ റെപ്പോ ഫോർക്ക് ചെയ്യും ആൻഡ് നിങ്ങളുടെ ലോക്കൽ മെഷീനിലേക്ക്, അതായത് ലോക്കൽ മെഷീൻ ഇസ് എ വെരി കൂൾ വേർഡ് ടു യൂസ്. സോ കമ്പ്യൂട്ടറിലേക്ക് റെപ്പോ കൊണ്ടുവരും. ഡയറക്റ്റ് ആയിട്ട് ഇതിപ്പോ നിങ്ങളുടെ റെപ്പോ അല്ലാത്തതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് പോയി ക്ലോൺ ചെയ്യാൻ പാടില്ല. ഡയറക്റ്റ് ആയിട്ട് ക്ലോൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ചേഞ്ചസ് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെപ്പോ നിങ്ങളുടെ റെപ്പോസിറ്ററിയിൽ ഇല്ലാത്തൊരവസ്ഥ വരും. സോ വാട്ട് യു വിൽ ഡു ഇസ് ഫോർ ദ റെപ്പോ. സോ അതിന്റെ ഒരു സെയിം റെപ്പോ വിത്ത് ദ സെയിം ഫയൽസ് നിങ്ങളുടെ റെപ്പോസിറ്ററിയിൽ വരും. സോ നിങ്ങൾ പുഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ചേഞ്ചസ് ഒക്കെ ആ റെപ്പോസിറ്ററിയിലേക്ക് പോകും, നോട്ട് ഇൻ മൈ റെപ്പോസിറ്ററി. There's too much to take in if you guys are first time with the GitHub and all the coding stuff. ഒരു 8:05 I'll screen share and show what I meant by forking എന്നുള്ളത്. എല്ലാവരും 8 മണിയാവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. 8 മണിയായി കഴിഞ്ഞാൽ പറ്റുന്ന പാർട്ടിസിപ്പൻസ് കൂടുതലും. I think hosting is very simple. Hosting എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ വയ്ക്കാൻ കാരണം മോസ്റ്റ് പീപ്പിൾ സ്ട്രഗിൾ ഹോസ്റ്റിംഗ്, വെബ് ഹോസ്റ്റിംഗ്. നമ്മൾ മോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് വിൽ ബി വെബ് ബേസ്ഡ് ആയിരിക്കും. സോ ആ വെബ് ബേസ്ഡ് പ്രോജക്ട്സ് എങ്ങനെ ഹോസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇസ് എ പാർട്ട് പീപ്പിൾ മോസ്റ്റ്ലി സ്ട്രഗിൾ. കഴിഞ്ഞ ടിങ്കർ ഹാക്കിനാണെങ്കിൽ നമ്മളിങ്ങനെ അവസാനം 1 മണിക്കൂറോളം എടുത്തിട്ട് എല്ലാവരുടെയും പ്രോജക്റ്റ് ഹോസ്റ്റ് ചെയ്യിക്കലാണ് ചെയ്യുന്ന പരിപാടി.
Even today, I mean, yesterday അങ്ങോട്ട് എന്റെ ഒപ്പം പഠിക്കുന്ന ഒരു കുട്ടി asked me how to host എന്നുള്ളത്, ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് വരുമ്പോ എങ്ങനെ ഹോസ്റ്റ് ചെയ്യണം എന്നുള്ളത്. So it is very crucial part to know, especially when the vibe coding array. So the web hosting alone, it is easy, but I'll be covering some insight into, so hosting തന്നെയുള്ള process is very easy. So what is actually happening? What is actually happening when we local host എന്ന് പറയുമ്പോൾ എന്താണ് actually happening? What does these platforms do when we host it? Just simple item. And just an overview of what client and server actually do എന്നുള്ളത്. ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ നമ്മൾ പോകുന്നുണ്ടാവുള്ളൂ. പിന്നെ it is just a hands-on session. I don't have a slide or something. I'm still seeing a lot of people joining. I think we can start. So, yeah. So I'm Aksa Rose, and we will be covering web hosting 101. Yeah, I gave an introduction, so let's start doing. So ഞാനൊരു ആരെങ്കിലൊക്കെ ഉണ്ടോ അവിടെ? If I get some response, that will be good. Am I audible? Okay. So I think you can start. So നിങ്ങൾക്ക് hands on ആയിട്ട് ചെയ്യുന്നത് is what I recommend. So hands on ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് I will share I'll share a repo link which will lead to a repo of mine which has 2 projects. One is front end മാത്രമുള്ളത് HTML CSS JavaScript, and the second project which is front end and back end and the database ഉള്ള ഒരു project ആണ്. So what I want you guys to do, if you guys are following along, I'll screen share what I നേരത്തെ മെൻഷൻ ചെയ്ത ഫോർക്കിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടി വരും. I'll share the screen. Any doubt or something, just let me know. I really hate നമ്മളിങ്ങനെ ഒരു one man show നടത്തുന്ന സംഭവം where I am just here talking. So yeah. So ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള റെപ്പോ ഇതാണ്. So it has 2 projects. Footnotes, Vibecast എന്ന് പറഞ്ഞ 2 projects ഉണ്ട്, and we will be hosting these 2 web apps today. So what will you guys do is fork ചെയ്യണം ഇത്. ഇപ്പൊ ഇങ്ങനെ fork ചെയ്യാന്ന് വെച്ചാല് എനിക്ക് fork എന്റെയിലും fork അവൈലബിൾ ആണ്. So ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ I hope the screen share is visible എന്നുള്ളത്. I hope the screen sharing thing is visible. Yeah. So how to fork? So ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you can see in the left top, right top, you can see fork option where you can click create new fork. Yeah, fork ചെയ്യേണ്ട ആവശ്യമില്ല, but I'm just showing you guys. And choosing the owner നിങ്ങൾക്ക് ആവശ്യം വരില്ല, പക്ഷെ എനിക്ക് ആവശ്യം വരും കാരണം I have multiple projects that I'm working in. So yeah, എനിക്ക് ഇത് പോസിബിൾ അല്ല കാരണം ഓൾറെഡി അങ്ങനെ ഒരു റെപ്പോസിറ്ററി എന്റെ അക്സ റോസിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ മിക്കതും വരില്ല, ഇവിടെ ചൂസ് ചെയ്യേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ഫോർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നിങ്ങൾക്കിത് വർക്ക് ചെയ്യും. എന്റെ ഓൾറെഡി ഒരു ഫോർക്ക് ഉണ്ട് കിടക്കുന്നുണ്ട്, മീൻ ഓൾറെഡി ഒരു സെയിം റെപ്പോസിറ്ററി കിടക്കുന്നുണ്ട്. സോ എനിക്കിത് വർക്ക് ചെയ്യില്ല, വേറെ ഏതെങ്കിലും വെച്ചിട്ട് വർക്ക് ചെയ്യും, പക്ഷെ ആവശ്യമുള്ള വേറെ റെപ്പോസ് ആണ്. എനിവേസ്,
സോ ക്രിയേറ്റ് ഫോർക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അവിടെ എന്താ ഉണ്ടാവുന്നത് വെച്ചാൽ നിങ്ങളുടെ റെപ്പോസിറ്ററിയില് ഇതിന്റെ ഒരു ക്ലോൺ റെപ്പോസിറ്ററി ഫോം ചെയ്യും, ക്രിയേറ്റ് ആവും with the same files and everything the same, പക്ഷെ in your own repository. സോ നിങ്ങളുടെ അക്കൗണ്ടില് ഫോർക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെപ്പോസിറ്ററി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഫോർക്ക് ചെയ്തിട്ടുള്ള സെയിം ഫയൽ നിങ്ങൾക്ക് കിട്ടും. ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ എന്നുള്ളത്. No, it's not clear. ഇറ്റ്സ് നോട്ട് ക്ലിയർ എന്നോ? കേട്ടില്ല? എന്തായാലും പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ. ലിങ്ക് ഇടയിൽ ഒരു ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ഇറ്റ്, കാരണം ഐ കാൻ സീ വരുന്നത്. യാ. സോ ദിസ് ഈസ് ദ പ്രോസസ് ആൻഡ് ഐ വിൽ ഗിവ് ഒരു 2 minutes ടു ഡു ഇറ്റ്. 8 to 8:12 അല്ലെങ്കിൽ 8:13 സംതിങ് ഐ വെയിറ്റ് അത്രയും ടൈം. സോ ഫോർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെപ്പോസിറ്ററിയിൽ യു ഗെറ്റ് ദ സെയിം റെപ്പോ കിട്ടും. സോ നമ്മൾ നേരത്തെ നിങ്ങൾ ചെയ്യുന്ന പോലെ ഇത് ഈ വെബിലുള്ള ഈ ഫയല് നിങ്ങളുടെ VS കോഡിലോ എവിടെയെങ്കിലും കിട്ടണമെങ്കിൽ വാട്ട് യു ഗൈസ് ഷുഡ് ഡു, നിങ്ങളിത് ക്ലോൺ ചെയ്യണം. അതായത് ക്ലോൺ ചെയ്യണം എന്ന് വെച്ചാല് ഈ കോഡ് എടുത്തിട്ട് ദിസ് ഇസ് വാട്ട് യു ഗൈസ് ഇത് ഫസ്റ്റ് സെഷനിൽ കേട്ടിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഇതെല്ലാം. ആൻഡ് URL കോപ്പി ചെയ്യുക ആൻഡ് യുവർ ഡിസയേർഡ് എന്താണ് കോഡ് എഡിറ്റർ എടുത്തിട്ട് ക്ലോൺ ചെയ്യുക എന്നുള്ള പരിപാടിയാണ്. വിച്ച് ഐ എം നോട്ട് ഗോണ ഡു, ബട്ട് ഐ ഷോ. ക്ലോൺ ഗെറ്റ് ക്ലോൺ റെപ്പോസിറ്ററി URL കൊടുക്കുക. ഇവിടെ ക്ലോൺ ഫ്രം റെപ്പോ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ this will clone out, which I won't be doing because I already have that. Yeah, I have that cloned here, but you have to clone it to get it available in your VS Code or Cursor or whatever IDE code editor you guys are using. Yeah. So I'll wait for 8:15 something. If you guys are doing it hands on ആയിട്ടാണെങ്കിൽ to try this out. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ ക്ലോൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം the only thing I want is this repo നിങ്ങളുടെ GitHub repository ഉണ്ടെങ്കിൽ we could just post it. പക്ഷെ ജസ്റ്റ് ഷോയിങ് ദിസ് പ്രോസസ്, കാരണം നിങ്ങൾ കോഡ് ചെയ്യുന്ന സമയത്ത് കോഡ് എല്ലാത്തിനും വിൽ ബി ഇൻ യുവർ VS കോഡ് ആയിരിക്കും. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് GitHub റെപ്പോസിറ്ററിയിലേക്ക് പുഷ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കോഡ് GitHub റെപ്പോസിറ്ററിയിൽ വരുന്നത്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി കോഡ് GitHub റെപ്പോസിറ്ററിയിൽ ഉണ്ട്. കാരണം നമ്മൾ ഇവിടുന്ന് പിന്നെ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ലല്ലോ. Forking is just enough. I just feel very one-woman show. Can you repeat that again? Yeah. Hello. Fork ചെയ്തിട്ട് ആ പ്രോസസ് Fork in the process. So, fork in the process നിങ്ങൾക്ക് ആക്ച്വലി യൂഷ്വലി ഇപ്പൊ ടിങ്കർ ഹാക്കിംഗ് എന്നുള്ള ഇതിൽ വരില്ല. ഫോർക്കിംഗ് ഇസ് ഓൺലി ഡൺ വെൻ ദ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വേറൊരാളുടെയിലാണ്. അതായത് ഇപ്പൊ സപ്പോസ് ഇതിപ്പോ ഈ അക്സാറോസ് എന്നുള്ള പ്രോജക്റ്റ് നിങ്ങൾ നോക്കുമ്പോൾ ഇത് അക്സാറോസിന്റെ റെപ്പോസിറ്ററിയിലുള്ള പ്രോജക്റ്റ് ആണ്. നിങ്ങളുടെ റെപ്പോസിറ്ററിയിൽ ഇങ്ങനൊരു പ്രോജക്റ്റ് ഇല്ല. സോ നിങ്ങൾക്ക് അവരുടെ കോഡ് ഉപയോഗിക്കണമെങ്കിൽ വാട്ട് യു ഗൈസ് ഷുഡ് ഡു ഇസ് ഫോർക്ക് ചെയ്യാന്നുള്ള പരിപാടിയാണ് ചെയ്യാം. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാല് the screen sharing is not available. ഞാൻ
ക്യാൻസൽ ചെയ്തോ? ഓക്കെ. നേരത്തെ ഞാൻ പറയുന്ന സമയത്ത് ഓക്കെ 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 യാ. സോ അപ്പൊ നിങ്ങൾ ഈ URL ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനൊരു റെപ്പോസിറ്ററി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവാം. സോ നേരത്തെ പറഞ്ഞ പോലെ ഇത് വേറൊരാളുടെ റെപ്പോസിറ്ററി ആണ്, നിങ്ങളുടെ റെപ്പോസിറ്ററി അല്ല. സോ ഇങ്ങനത്തെ ഒരു സെയിം ക്ലോൺ നിങ്ങളുടെ റെപ്പോസിറ്ററി ലിസ്റ്റിൽ വരണം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോർക്ക് ചെയ്യണം. സോ നിങ്ങൾ ഇവിടെ പോയിട്ട് ഇവിടെ റൈറ്റ് ടോപ്പില് there is a button called fork. അതിന്റെ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ there is create new fork. So once again പറയുകയാണെന്ന് വെച്ചാൽ there is a button in the top right corner fork എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ there is create new fork എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ you will get this form where നിങ്ങൾക്ക് ജസ്റ്റ് create fork ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ your forking will happen. കിട്ടും, ഫോർക്ക് ചെയ്യാൻ പറ്റും. That is all forking is. I don't think you guys have to clone. It is good to clone ചെയ്ത് പഠിക്കുകയാണെന്ന് വെച്ചാൽ, but if you want to host right now and it is ഭയങ്കര ടൈം കൺസ്യൂം ആണെന്ന് വെച്ചാൽ just forking is enough. കാരണം we only just want ഇങ്ങനത്തെ ഒരു റെപ്പോസിറ്ററി in your GitHub റെപ്പോസില് വരണം എന്നുള്ളൂ. സോ നിങ്ങൾ ഇപ്പൊ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റെപ്പോസ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പൊ ഇവിടെ എങ്ങാനും പോയിട്ട് നിങ്ങളുടെ റെപ്പോസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഫൈൻഡ് ദാറ്റ് ഫോർവേഡ് റെപ്പോസ്. ഞാൻ ഇപ്പൊ എന്തായാലും ഫോർവേഡ് റെപ്പോസ് ഉണ്ടോ നോക്കിയിട്ട് ഇതുപോലെ കിട്ടും. ഇപ്പൊ ഈ സബാ സെർച്ച് എന്ന് പറഞ്ഞ റെപ്പോ ഇസ് ഫോർഡ് ഫ്രം വേറൊരു റെപ്പോ. സോ ഇതുപോലെ നിങ്ങൾക്ക് വരും. പിന്നെ സ്ക്രീനിൽ പോകുമ്പോ എന്റെ അടുത്ത് പറഞ്ഞോളോ, വോയിസ് ഇട്ടോളോ, വോയിസ് ആയിട്ട് പറഞ്ഞോളോ. സോ നിങ്ങൾ ഫോർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഡോക്ലിൻ എന്നൊക്കെ പറഞ്ഞുള്ള പ്രോജക്റ്റ് ഞാൻ ഫോർക്ക് ചെയ്തിട്ടുള്ള സബാ സെർച്ച് ഇതുപോലെ നിങ്ങളുടെ റെപ്പോസിൽ വരും, റെപ്പോ ലിസ്റ്റിൽ വരും, റെപ്പോസിറ്ററീസിൽ. So that is all forking, which is not very related to web hosting. പക്ഷെ to make this hands-on, we have to. Yeah, I think we can move further, right? The hosting part of it. Yeah. So before hosting this, I want to show a meme. കാരണം there is ഭയങ്കരമായിട്ട്, especially nowadays, there is ഭയങ്കരമായിട്ട് this meme is going on where people are sending local host ലിങ്കുകള്. പക്ഷേ if you get this joke, if you guys get this joke, you know something എന്നുള്ളതാണ്. If you guys anyone get this joke, just let me know with the emoji or something if you guys get this joke. Yeah, so സംഭവം എന്താന്ന് വെച്ചാല് someone build a website and അത് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് ലിങ്ക് എന്ന് പറയുന്നത് ഒരാൾക്ക് അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ മറ്റൊരാൾ അത് നോക്കുമ്പോ എടുത്ത് ആ സെയിം ലിങ്കിൽ കയറി നോക്കുമ്പോ he is actually seeing his own റൺ ചെയ്തിട്ടുള്ള വെബ്സൈറ്റ്. So for the people who don't know or didn't get that joke, let's get into this session is for you guys who didn't get that joke. So what is actually happening? So എന്താണ് നമ്മൾ ഹോസ്റ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇപ്പൊ ഒരു പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ പ്രോജക്റ്റ് ഞാൻ റൺ ചെയ്യണ സമയത്ത് എന്താണ് ആക്ച്വലി നടക്കുന്നത്. ഇപ്പൊ ഇവിടുത്തെ ഒരു കേസ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ forget all of this. This is the same repository, by the way. ഞാൻ ഇവിടെ ക്ലോൺ ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ it has two projects, QuickNotes and Widecast.
QuickNotes എന്ന് പറഞ്ഞാൽ it is a website, web app that has front and back end, which is നോട്ട് പോലത്തെ ആപ്പാണ്. നോട്ട് ആപ്പ് ഒക്കെ ഉണ്ടല്ലോ, നോട്ട് ആപ്പാണ്. ആൻഡ് വൈറ്റ്കാസ്റ്റ് ഇസ് ജസ്റ്റ് എ ഫ്രണ്ട് എൻഡ് വെബ്സൈറ്റ് ദാറ്റ് ഷോസ് സോങ്സ് ഫോർ ദ മൂഡ് യു സെലക്ട്. ഇങ്ങനെയാണ് സംഭവം. സോ സോ നിങ്ങൾ ഇതിന്റെ ഫയൽസ് എടുത്ത് നോക്കുകയാണെന്ന് വെച്ചാല് ഐ ഐ ഹോപ്പ് സ്ക്രീൻ ഷെയറിംഗ് ഒക്കെ നടക്കുന്നുണ്ടെന്ന്. എനി പോയിന്റിൽ സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ആവാണെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ത്രൂ വോയിസ് ആയിട്ട്. യാ, സോ ഇതിന്റെ വൈറ്റ്കാസ്റ്റിന്റെ ഫയൽസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് HTML, CSS, JavaScript മാത്രമേ ഉള്ളൂ. സോ ഇഫ് ഐ റൺ ദിസ് ഐ കുഡ് ജസ്റ്റ് HTML ഫയൽ ആണെന്ന് വെച്ചാൽ ഐ കുഡ് ജസ്റ്റ് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ കൊടുക്കാം, അല്ലെങ്കിൽ ഐ കുഡ് ജസ്റ്റ് മൂവ് പ്രൊഫഷണലി ആൻഡ് യൂസ് ദ കമാൻഡ്. സോ ഞാൻ കമാൻഡ് കൊടുത്ത് റൺ ആവാണെന്ന് വെച്ചാൽ ഐ എം റണ്ണിങ് ദിസ് പ്രോജക്ട്. ലെറ്റ്സ് സീ. സോ ദിസ് ഇസ് റണ്ണിങ്. ഇറ്റ് ഈസ് റണ്ണിങ് അറ്റ് ഈ 8000 എന്ന് പറഞ്ഞ പോർട്ടിൽ ഇത് റൺ ചെയ്യുന്നുണ്ട്. 8000 എന്ന് പറഞ്ഞ പോർട്ടിൽ ഇത് റൺ ചെയ്യുന്നുണ്ട്. ആൻഡ് ഐ തിങ്ക് ദിസ് ഇസ് ദ 8000 എന്ന് പറഞ്ഞ പോർട്ട്. സോ I hope that you guys can run a website. So ഞാൻ ആ ഒരു ആപ്പ് റൺ ചെയ്യാണ്. സോ ആ ജോക്കിൽ എന്താണ് ഹാപ്പനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഇതാണ് നമ്മളെ ലിങ്ക് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കാണുന്ന ഈ ലിങ്ക്. സോ someone just copied this link and shared it to someone. പക്ഷെ they didn't show this same website. അവര് വേറെ ഏതോ വെബ്സൈറ്റ് കണ്ടത്. സോ വാട്ട് is actually happening? സോ ഇതിന്റെ ആക്ച്വലി എന്താ ഹാപ്പൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റൺ ചെയ്യുമ്പോൾ ശരിക്കും എന്താ നടക്കണമെന്ന് വെച്ചാല് വി ആർ ആക്ച്വലി റണ്ണിങ്. പക്ഷെ ഈ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഈസ് IP വിച്ച് ഇസ് 127.0.0.1. ഈ IP എന്ന് പറയുന്നത് ശരിക്കും നടക്കുന്നത്, ഇറ്റ് ഇസ് എവറി ഡിവൈസ് ഓൺ ഇന്റർനെറ്റ് ഹാസ് IPs ഓഫ് their own ഉണ്ട്. സോ ദിസ് നമ്മളൊരു URL എടുത്ത് ഇങ്ങനെ ഒരു URL എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് യു വിൽ സീ ഇസ് ഈ 127.0.0.1 is IP address. Screen is not Screen visible now. Okay, thank you for letting me know. പോവാണെന്ന് ചപ്പൻ എടുത്ത് പറഞ്ഞോളൂ, കാരണം I won't know. So yeah. So what is actually happening? Let's break down what this link is എന്നുള്ളത്. സോ ഇത് എന്താ ശരിക്കും സംഭവം എന്ന് വെച്ചാല്, ഈ പാർട്ട്, അതായത് ഇതിപ്പോ ദി വെബ്സൈറ്റ് ഐ റാൻ, അതായത് അവിടെ ടെർമിനലിൽ റാൻ ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആണ് ഇത്. ആൻഡ് വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ്, വാട്ട് ഈസ് ആക്ച്വലി ഈ URL എന്താണ് ആക്ച്വലി. സോ ദിസ് പാർട്ട്, the part I have selected is the IP address, and ഈ 8000 എന്ന് പറയുന്നത് പോർട്ട് ആണ്. സോ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഈസ്, ഒരു സ്പെസിഫിക് നമ്മളുടെ ഇന്റർനെറ്റിലെ എല്ലാ ഡിവൈസസിനും ഒരു IP ഉണ്ട്, IP അഡ്രസ് ഉണ്ട്. സോ ഈ IP അഡ്രസ്സില് ഒരു സ്പെസിഫിക് പോർട്ടില്, അതായത് 8000 എന്ന് പറഞ്ഞ പോർട്ടില് യു ക്യാൻ സീ ദ വെബ്സൈറ്റ് എന്നുള്ളതാണ് നമ്മൾ റൺ ചെയ്യുമ്പോൾ നടക്കുന്നത്. എന്നിട്ട് ഞാന് ക്രോമില് പോയിട്ട്, ക്രോമില് ഒന്നുകൂടി ടെക്നിക്കലി പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു HTTP റിക്വസ്റ്റഡ് ആണ് ചെയ്യണത്. അതായത് ഒരു ഗെറ്റ് റിക്വസ്റ്റഡും ക്രോമിൽ പോയിട്ട് ആ സ്പെസിഫിക് IP അഡ്രസ്സിലേക്ക്, അത് സ്പെസിഫിക് പോർട്ടിലേക്ക് ഞാനൊരു റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ വെബ്സൈറ്റ് കാണാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും നടക്കുന്നത്. പക്ഷെ ഇവിടെ IP അഡ്രസ് ഞാൻ പറഞ്ഞല്ലോ, ഈ IP അഡ്രസ്സിന്റെ പാർട്ട്, ദിസ് ഇസ് ആക്ച്വലി an IP. It is not the IP of my laptop. It is actually an IP that points to നിങ്ങളുടെ സെയിം ലാപ്ടോപ്പ്. അതായത് ഏത് ഡിവൈസിലാണ് ഇപ്പൊ ഞാൻ ഈ IP അഡ്രസ് എന്റെ ഫോണിലേക്ക്, അതായത് 127.0.0.1 8000 എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് ഞാൻ എന്റെ ഫോണിൽ ഓപ്പൺ ചെയ്യണമെന്ന് വെച്ചാല് ഇത് ഈ 127.0.0.1 എന്ന് പറയുന്നത് points to my device itself, so which is the phone. അതായത് ഏതിലാണോ ഞാൻ സെർച്ച് ചെയ്യണത് ആ ഡിവൈസിലേക്ക് എന്നെ പോയിന്റ് ചെയ്യും. എന്നിട്ട് അതില്
8000 എന്ന് പറഞ്ഞ് പോർട്ട് ഓപ്പൺ ചെയ്യാൻ പറയും. പോർട്ടിലേക്ക് റിക്വസ്റ്റ് അയക്കുകയാണ് ചെയ്യുന്നത്. So maybe what happened in that joke is maybe that person is also running an app which is ആളുടെ ലോക്കൽ മെഷീനിൽ അല്ലെങ്കിൽ ആളുടെ ലാപ്ടോപ്പിൽ 8000 എന്ന് പറഞ്ഞ പോർട്ടില് അല്ലെങ്കിൽ വാട്ട് എവർ ദാറ്റ് പോർട്ട് ഇൻ ദാറ്റ് ഇസ് അല്ലെങ്കിൽ പോർട്ടിൽ അല്ലെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫയല് അങ്ങനെ ഒരു ഫയൽ, അതായത് index.html എന്ന് പറഞ്ഞ ഫയൽ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടുത്തെ കേസിലാണെന്ന് വെച്ചാൽ 8000 എന്ന് പറഞ്ഞ പോർട്ട് എന്ന് പറയുന്നത് ആൾ ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട് വേറെ ഏതോ ഒരു വെബ്സൈറ്റ്. സോ വെൻ ഐ യൂസ് ദിസ് സെയിം ലിങ്ക് ഇറ്റ് വിൽ പോയിന്റ് ടു ദ സെയിം ഡിവൈസ് വിച്ച് വി സെർച്ച് ചെയ്യുന്ന സെയിം ഡിവൈസിലേക്ക് പോയിന്റ് ചെയ്യുന്നു. അതിലെ 8000 എന്ന് പറഞ്ഞ പോർട്ട് ലേക്ക് റിക്വസ്റ്റ് പോകുന്നു. സോ അവരുടെ റൺ ആവുന്ന സംഭവം open ആവുന്നു. This is what actually happens. If all this seems very overwhelming, don't worry. This is not അത്രയും thing you need to know when you host. പക്ഷേ I'm just telling what is happening എന്നുള്ളത്. If it is not clear, just let it go. Yeah. So we will get actually the hosting process very easy. So don't worry. ഇങ്ങനെയാണ് ആക്ച്വലി നടക്കുന്നത് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് ചെയ്യുമ്പോൾ. ആൻഡ് ലോക്കൽ ഹോസ്റ്റ് 800 എന്ന് പറയുന്നത് ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഡിനോട്ട്സ് ദി 127.0.0.1 എന്ന IP അഡ്രസ് വിച്ച് പോയിന്റ്സ് ടു ദ കമ്പ്യൂട്ടർ. ആ IP അഡ്രസ്സിനെയാണ് ആക്ച്വലി ലോക്കൽ ഹോസ്റ്റ് ഡിനോട്ട് ചെയ്യുന്നത്. This is the tech behind that joke. So why I said all this is to show you guys what actually happens when we host എന്നുള്ളത്. സോ ഇപ്പൊ ഞാൻ ഈ സംഭവം ഇപ്പൊ ഈ URL കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ why can't you guys access my website? Obviously it is because it is the 127.0.01 is pointing to your device. നിങ്ങളത് നിങ്ങളുടെ ഡിവൈസിലാണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഇറ്റ് ഇസ് പോയിന്റിംഗ് ടു നിങ്ങളുടെ തന്നെ ഡിവൈസ്. അപ്പൊ നിങ്ങളുടെ ഡിവൈസിൽ ആ പോർട്ട്, ആ സ്പെസിഫിക് പോർട്ട്, അതായത് 8000 ഓപ്പൺ ആണെന്ന് വെച്ചാൽ ആ ഓപ്പണിലുള്ള വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എറർ അടിക്കും എന്നുള്ളതാണ് ഹാപ്പൻ ചെയ്യുക. സോ വാട്ട് ഞാന് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള ഒരു IP-യില് എന്റെ പ്രോജക്റ്റ് റൺ ചെയ്യാണ്. ഞാൻ എന്തൊക്കെയാ ചെയ്തത്? ആൻഡ് പബ്ലിക്കലി അവൈലബിൾ ആയിട്ടുള്ള വിൻഡോ അല്ല, I'll do the presentation start ചെയ്തിട്ടുള്ളത്. Yeah, presentation icon starting എന്ന് പറഞ്ഞിരിക്കുന്നത്. Anyway, so what if ഞാൻ എന്തൊക്കെയോ presentation അല്ലേ? ഞാൻ അവിടെ ഉണ്ട്, പക്ഷെ my presentation icon not available ആയിട്ടായിരിക്കണം. presentation is starting എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. Anyways, yeah, so what if ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ട് ഞാൻ ആ 127.0.01 പകരം ഒരു പബ്ലിക് IP അല്ലെ, ഒരു സ്പെസിഫിക് പോർട്ടിൽ ഞാൻ എന്റെ പ്രോഗ്രാം റൺ ചെയ്തു. സോ മേ ബി എന്റെ ലാപ്ടോപ്പിൽ തന്നെ ഞാൻ റൺ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റുമോ? അതാ എന്റെ ക്വസ്റ്റ്യൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി യു കാണ്ട്. കാരണം എന്താ വെച്ചാൽ ആസ് ലോങ് ആസ് മൈ ലാപ്ടോപ്പ് ഓൺ ആൻഡ് അതിൽ ഇന്റർനെറ്റ് ഉണ്ട് ആൻഡ് പ്രോഗ്രാം ഇസ് റണ്ണിങ് എന്ന് വെച്ചാൽ അത്രയും കാലം നിങ്ങൾക്ക് എന്റെ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ എന്റെ ലാപ്ടോപ്പ് ഞാൻ ഫുൾ ടൈം ഓൺ ചെയ്ത് വെക്കാൻ പറ്റില്ല, ഫുൾ ടൈം നെറ്റ് കണക്ഷൻ ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. പിന്നെയല്ല, സാധാരണ രീതിയിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നതെല്ലാം പ്രൈവറ്റ് IPs നമ്മൾ കൊടുക്കാം. വി നീഡ് പബ്ലിക് IP ഫോർ എവ്രി വൺ ടു ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇങ്ങനൊരു ഫെസിലിറ്റി ആണ് ആക്ച്വലി ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് നമുക്ക് തരുന്നത്. സോ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോംസ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എന്റെ കോഡും സാധനങ്ങളും എല്ലാം അവർക്ക് കൊടുക്കും. അതെങ്ങനെ റൺ ചെയ്യണം, എല്ലാ ഇൻസ്ട്രക്ഷനും ഞാൻ അവർക്ക് കൊടുക്കും. എന്നിട്ട് അവരുടെ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമിൽ അവരിത് റൺ ചെയ്യും.
അതിന് അവരൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പബ്ലിക് IP കൊടുക്കും, ഒരു സ്പെസിഫിക് പോർട്ട് കൊടുക്കും. അവരത് ഫുൾ ടൈമും ഇന്റർനെറ്റും അതുപോലെ തന്നെ ഒരു ഓൾവേസ് റണ്ണിങ് കമ്പ്യൂട്ടേഴ്സിൽ ഇത് റൺ ചെയ്യും. എന്റെ പ്രോഗ്രാം അവരവിടെ റൺ ചെയ്യും, അത് മെയിൻറ്റെയിൻ ചെയ്യും, അതിന് ഇന്റർനെറ്റ് കൊടുക്കും. ഇറ്റ് നെവർ ഗോസ് ഓഫ് ലൈൻ. അപ്പൊ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിലും ആ ലിങ്ക് യൂസ് ചെയ്തിട്ട്, അവർ തരുന്ന ലിങ്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് വാട്ട് റിയലി ഹോസ്റ്റിംഗ് ഈസ്, അല്ലെങ്കിൽ ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഡസ് എന്നുള്ളത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോജക്റ്റ് വേറെ ആർക്കെങ്കിലും കാണിക്കണം എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ലിങ്ക് വേണം. ആ ലിങ്ക് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും? പോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമിൽ അവിടെ അവർക്ക് കോഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവിടെ റൺ ചെയ്തിട്ട് നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് തരും. ദിസ് ഇസ് വാട്ട് ആക്ച്വലി ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഹോസ്റ്റ്. ഇപ്പൊ നിങ്ങൾ ഹാക്കത്തോൺ പ്രോജക്ട് ഉണ്ടാക്കുമ്പോഴാണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്രോജക്ട് വേറെ ആൾക്കാർക്ക് കാണണമെങ്കിൽ പോസ്റ്റ് ചെയ്ത ലിങ്ക് അവർക്ക് കൊടുക്കണം. സോ യാ, ദാറ്റ് ഈസ് വാട്ട് hosting is, and I'm not boring anymore. Let's get into the hosting. Yeah. ഞാൻ പ്രോജക്റ്റ് ഇവിടെ റൺ ചെയ്തതാണ്. ഫസ്റ്റ് വി വിൽ ബി ഹോസ്റ്റിംഗ്. ഹോസ്റ്റിംഗ് ഇസ് വെരി സിമ്പിൾ. ഈ പറയുന്ന തിയറി നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇറ്റ് ഇസ് ആക്ച്വലി നോട്ട് നീഡഡ്. ഹോസ്റ്റിംഗ് ഇസ് ജസ്റ്റ് ഒരു പ്രോസസ്. സോ വി വിൽ ഗെറ്റ് ഇൻ ടു ഹോസ്റ്റിംഗ്. So this project എന്ന് പറയുന്നത്, first we will be hosting this project which is just HTML symbol project, which is HTML which only has an HTML, JS, CS files മാത്രമേ ഉള്ളൂ. So there are specific there are a lot of hosting platforms in it. For most of the cases free hosting ഉണ്ട്, free അല്ലാത്ത hosting ഉണ്ട്. പക്ഷെ free hosting I'll tell കുറച്ച് hosting platforms that are used majorly JavaScript അല്ലെങ്കിൽ HTML files ആണെന്ന് വെച്ചാൽ, ഇതുപോലത്തെ സിമ്പിൾ HTML files ആണെന്ന് വെച്ചാൽ you can actually host on Vercel. Vercel എന്ന് പറഞ്ഞിട്ടുള്ള ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ഉണ്ട്. Vercel ഹോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക്. Vercel ഹോസ്റ്റ് ചെയ്യാം. ഇനി പൈത്തൺ ഒക്കെ വരാൻ വെച്ചാൽ, പൈത്തൺ ഇപ്പൊ ഫ്രണ്ട് എൻഡിൽ വരില്ല, പൈത്തൺ ഒക്കെ വരാൻ and there is also a platform which is, there are a lot of platforms. Netlify ഉണ്ട്, which Netlify ഒന്നും എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടാറില്ല, so I don't use. പക്ഷെ Vercel is free, Render is free to an extent. എല്ലാത്തിനും ലിമിറ്റ് ഉണ്ട്, and to an extent Vercel is free, Render is free. Railway എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉണ്ട് which makes hosting a lot easier. അതായത് big apps that has front end and back end ഉള്ള big projects എല്ലാം റെയിൽവേയില് നന്നായിട്ട് ഈസി ആയിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും വിത്ത് വൺ ക്ലിക്ക്. പക്ഷെ ഐ ഹോസ്റ്റഡ് a lot of projects in the free tier, so now my railway is not working. ലിമിറ്റ് തീർന്നു. So for hosting ഇതുപോലത്തെ ഒരു simple and even GitHub actually host too. Actually its URL is not അത്ര ഭംഗി and all. സോ ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വൈറ്റ്കാസ്റ്റ് പോലത്തെ ഒരു വെബ്സൈറ്റ് നമ്മൾ എങ്ങനെ ഹോസ്റ്റ് ചെയ്യും? നമ്മൾ Vercel പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കില്ലേ കിട്ടുക, കാരണം ഞാൻ ഓൾറെഡി ലോഗ്ഡ് ഇൻ ആണ്. ലെറ്റ് മീ സീ ആൻഡ് ലോഗ് ഔട്ട് ദിസ്. സോ ലെറ്റ്സ് സീ, Vercel.com സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you guys can follow. നിങ്ങൾക്ക് സൈൻ അപ്പ് ആയിരിക്കും ഉണ്ടാവാം. സൈൻ അപ്പ് ആൻഡ് I don't think I have to go. You guys have to. I have to make you go through the sign up process. കാരണം because I don't think that നിങ്ങൾക്ക് need assistance. കാരണം I think it's just ഒരു ബേസിക് ആയിട്ടുള്ള അങ്ങനത്തെ വല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ. കാരണം I already signed up, so my signed up won't work. എന്നാലും അത് പേര് കൊടുക്കുക, ആൻഡ് എന്തെങ്കിലും പേര് കൊടുത്തു കഴിഞ്ഞിട്ട് I recommend continue with GitHub എന്നുള്ള ഓപ്ഷൻ. സോ കണ്ടിന്യൂ വിത്ത് GitHub കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒതന്റിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അപ്പൊ നിങ്ങളുടെ GitHub റെപ്പോ ഇവിടെ കിട്ടും. അപ്പോ കണ്ടിന്യൂ കൊടുക്കുക.
I'm not doing this കാരണം I already signed up. Okay. ഇവിടെ നിങ്ങൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ സെറ്റ് ആവും. നിങ്ങളുടെ സൈനിങ് അപ്പ് പ്രോസസ് നടക്കും. I'll be here just logging in കാരണം I already signed up. So I always recommend റെൻഡറിന്റെ കേസിലാണെന്ന് വെച്ചാലും വേഴ്സലിന്റെ കേസിലാണെങ്കിലും ബെസ്റ്റ് ടു എന്താണ് ലോഗിൻ അല്ലെങ്കിൽ സൈൻ അപ്പ് യൂസിങ് ഗിറ്റ്ഹബ്. കാരണം ഗിറ്റ്ഹബിന്റെ പ്രോജക്ട് നമുക്ക് ഡയറക്റ്റ്ലി വേഴ്സലിൽ കാണിക്കും. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഗുഡ് that way. So if you guys are following, you guys have any doubts or anything? കുറെ നേരമായ സ്ക്രീൻ ഷെയർ പോയിട്ട് ഞാനിവിടെ പ്രസന്റ് ചെയ്യുന്നത് കാണിക്കുന്നുണ്ടായിരുന്നു. ആരും ഇവിടെ ഇല്ലേ? ഇല്ല, ഇപ്പൊ പോയിട്ടുള്ളൂ. സോ യാ, ഇപ്പൊ നമ്മള് ഇപ്പൊ യു ഗൈസ് ആർ ഫോളോയിങ് എന്ന് വെച്ചാല് ഈ പ്രോസസ് തന്നെയായിരിക്കും പോകുന്നുണ്ടാവുക. ആൻഡ് നിങ്ങൾ ഓതറൈസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ സീ നിങ്ങളുടെ ഗിറ്റ്ഹബ് റെപ്പോസ് ഹിയർ. These are the project I hosted. So ഇതൊന്നും നിങ്ങളുടെ അവിടെ ഉണ്ടാവില്ല. പക്ഷെ we don't have to focus on this. What we will have to focus on is creating new project, which is on the top right corner. Top right corner project. Top right corner new project എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ I think my net is very slow. Project എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ പോയോ? ഓക്കെ, നെറ്റ് ഇഷ്യൂ ഉണ്ടോ അങ്ങനെ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് പോകാൻ? യാ, സോ നമ്മൾ നേരത്തെ ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ എന്നുള്ളത്. ദാറ്റ് ഇസ് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ന്യൂ പ്രോജക്ട് ഇൻ ദ റൈറ്റ്. വേറെ ഒന്നുകൂടിയും പോവാണെന്ന് വെച്ചാല് ഇങ്ങനൊരു പേജിലേക്കായിരിക്കും നിങ്ങൾ ഓപ്പൺ ആവുന്നുണ്ടാവുക. അതില് ഹിയർ അതായത് ടോപ്പ് റൈറ്റ് കോർണറിൽ ബട്ടൺ കോൾഡ് ആഡ് ന്യൂ എന്ന് പറഞ്ഞിട്ട് മോസ്റ്റ്ലി ആഡ് ന്യൂ പ്രോജക്ട് സംതിങ് ആയിരിക്കും. This is not showing fully. So add new click ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ there is project. So click that project. So ഇവിടെ import GitHub projects എന്ന് പറഞ്ഞ ഓപ്ഷനില് there will be already showing the repos you have. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെർച്ച് ചെയ്യാം. സോ വേറെ ഏതെങ്കിലും ഞാൻ സെർച്ച് ചെയ്തോട്ടെ. ഓക്കെ, എന്റെ 4 ചെയ്ത പ്രോജക്റ്റുകളൂടെ കിടക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെയും പ്രൊജക്ട്സ് ഒക്കെ കാണിക്കും. സോ ഇതല്ല നമുക്കിപ്പോ വേണ്ട. എന്റെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വെബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് പ്രോജക്റ്റ് ഉള്ളത്. സോ ഫസ്റ്റ് ഐ ഹാവ് ടു നമ്മളുടെ ഏത് പോസ്റ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ് ഏത് റെപ്പോസിറ്ററിയിലാണോ ഗിറ്റ്ഹബിൽ ഉള്ളത് അതിന്റെ പേര് ഫൈൻഡ് ചെയ്യാം. സോ ഇതായിരുന്നു എന്റെ. ഓക്കെ ഓക്കെ, യാ, സോ ഏത് ഗിറ്റ്ഹബ് റെപ്പോയിലാണോ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ് ഉള്ളത്, ഇപ്പൊ എന്റെ വെബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഗിറ്റ്ഹബ് റെപ്പോയിലാണ് എനിക്ക് ഹോസ്റ്റ് ചെയ്യേണ്ട വൈബ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് കിടക്കുന്നത്. സോ ഐ ഹാവ് ടു സെർച്ച് ഫോർ വെബ് പോസ്റ്റിംഗ്. ഇവിടെ ഞാൻ വെബ് പോസ്റ്റിംഗ് സെർച്ച് ചെയ്യാം, പക്ഷെ ദാറ്റ് ഇസ് നോട്ട് നീഡഡ് ബിക്കോസ് ഓൾറെഡി വെബ് പോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോജക്റ്റ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇഫ് യു ഡോണ്ട് സീ യു ക്യാൻ ജസ്റ്റ് സെർച്ച് ഹിയർ നിങ്ങളുടെ റെപ്പോസിറ്ററി ആൻഡ് ക്ലിക്ക് ഇമ്പോർട്ട്. സോ ഇമ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഇസ് വെരി സിമ്പിൾ. വെബ് പോസ്റ്റിംഗ് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് കിട്ടി. എന്താണ് പ്രോജക്റ്റിന്റെ പേര് വെബ് പോസ്റ്റിംഗ് എന്നാണ്. ആപ്ലിക്കേഷൻ പ്രസന്റ് I think that is not needed. Let's see if that is needed or not. But I don't think that is mostly not needed. Root directory. This is something you guys have to focus on. റൂട്ട് ഡയറക്ടറി എവിടെയാണ് നിങ്ങൾ പ്രോജക്റ്റ് പോസ്റ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ് കിടക്കുന്നത്?
ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ റൂട്ട് ഡയറക്ടറിയിലാണ് അതായത് ദ മെയിൻ ഡയറക്ടറി റൂട്ട് ഡയറക്ടറിയിലാണ് ക്വിക്ക് നോട്ട്സ് എന്ന് പറഞ്ഞ ഫോൾഡർ കിടക്കുന്നുണ്ട്. വൈറ്റ് കാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഗിറ്റ് ഇഗ്നോർ, റീഡ്മി ഇങ്ങനെയുള്ള ഫയലുകളാണ് റൂട്ട് ഫോൾഡറിൽ കിടക്കുന്നത്. പക്ഷേ എനിക്ക് ഏത് പ്രോജക്റ്റ് ആണോ പോസ്റ്റ് ചെയ്യേണ്ടത് ആ പ്രോജക്റ്റിന്റെ ഉള്ളിലായിരിക്കണം, അതായത് അതായിരിക്കണം എന്റെ റൂട്ട് എന്തായിരുന്നു പേര്, റൂട്ട് ഡയറക്ടറി. റൂട്ട് ഡയറക്ടറി. സോ എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് വൈറ്റ് കാസ്റ്റ് ആണെന്ന് വെച്ചാൽ വൈറ്റ് കാസ്റ്റ് ആയിരിക്കണം എന്റെ റൂട്ട് ഡയറക്ടറി. ഇത് മോസ്റ്റ് ഓഫ് ദ കേസസ് നിങ്ങളുടെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് റൂട്ട് ഡയറക്ടറിയിൽ തന്നെയായിരിക്കും. പക്ഷെ സം കേസസിലായിരിക്കില്ല. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഹോസ്റ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ് എന്ന് പറയുന്നത് വൈറ്റ് കാസ്റ്റിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. പക്ഷെ ദർ ആർ മോസ്റ്റ് ഓഫ് ദ കേസസ് ഇപ്പൊ എന്റെ വേറൊരു പ്രോജക്റ്റ് എടുക്കുകയാണെന്ന് വെച്ചാല് ഇപ്പൊ ഇതിലായിരിക്കില്ല, കാരണം ഇത് ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡ് ഉള്ള ആണോ? അല്ലല്ല, ഇതിലിപ്പോ ഫ്രണ്ട് എൻഡ് ഉണ്ട്. എന്നാലും മോസ്റ്റ് ഓഫ് ദ കേസസിൽ റൂട്ട് ഡയറക്ടറിയിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്യേണ്ട ഫയലുകളല്ല ഉള്ളത്. പക്ഷെ ദർ വിൽ ബി കേസസ് വേർ ഇങ്ങനെയുള്ള കേസസിലൊക്കെ ആയിരിക്കും നമ്മളുടെ ഫെയിൽ ആവുന്നുണ്ടാവുക. പക്ഷെ ദർ വിൽ ബി കേസസ് വേർ എന്റെ റൂട്ട് ഡയറക്ടറിയിലായിരിക്കില്ല എന്റെ പോസ്റ്റ് ചെയ്യേണ്ട പതിച്ചിരിക്കുന്നത്. സോ ഐ ഹാവ് ടു ചൂസ് മൈ റൂട്ട് ഡയറക്ടറി. അപ്പൊ ഇതല്ല എന്റെ റൂട്ട് ഡയറക്ടറി. ഐ ഹാവ് ടു എഡിറ്റ് ആൻഡ് മേക്ക് ദിസ് ആസ് മൈ റൂട്ട് ഡയറക്ടറി. കാരണം ഈ പ്രോജക്റ്റ് ആണ്, ഈ ഫയലാണ് എന്റെ റൂട്ട് ഡയറക്ടറി. ഇതാണ് എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ടത്. ദിസ് ഇസ് സംതിങ് യു ഹാവ് ടു നോക്കാൻ, ആൻഡ് ദാറ്റ്സ് ഓൾ. യു ജസ്റ്റ് ഡിപ്ലോയ്. And we'll wait for deploying this. I hope there is no other prasnangal. Let's see. Satyam പറഞ്ഞു കഴിഞ്ഞാൽ deploying is easy. Nothing to worry about. Because people just don't know. I think people just leave that part. And deploying takes time. Maybe it depends upon the network. നേരത്തെ it deployed fast. Any issues the build logs yeah, by the time this is deploy ചെയ്യാൻ യൂഷ്വലി ടൈം എടുക്കും. പക്ഷെ ഫ്രണ്ടിന്റെ ഒക്കെ ഡിപ്ലോയ് ചെയ്യാണെന്ന് വെച്ചാൽ ഇത്രയും ടൈം എടുക്കുന്നത് will be my net issue. By that time we can look at, I don't know, we have the time for that എന്നുള്ളത്. I wanted to ബിൽഡ് ചെയ്തോണ്ടിരിക്കുന്നത്, ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അവർ ഡിപ്ലോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു. ഡിപ്ലോയ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ബിൽഡ് ലോഗ്സ് ഒക്കെ വരും. അപ്പൊ എന്തെങ്കിലും എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ബിൽഡ് ലോഗ്സിലായിരിക്കും കാണിക്കുക. സോ വാട്ട് ദേ ആർ ആക്ച്വലി ഡൂയിങ് ഇസ് ദേ ആർ ആക്ച്വലി റണ്ണിങ് ദിസ് പ്രോജക്ട് ദെയർ. സോ അതിന്റെ ലോഗാണ് അവിടെ കാണിക്കുന്നത്. സോ യാ, വി ക്യാൻ ലീവ് ദിസ് ഹിയർ ആൻഡ് വി ക്യാൻ ഗോ. നമുക്കിത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഇനി വേറൊരു സംഭവം ഹോസ്റ്റ് ചെയ്യാം. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഉള്ളൊരു പ്രോജക്റ്റ് ഹോസ്റ്റ് ചെയ്യാം. ദിസ് നോട്ട് ദിസ് പ്രോജക്ട്, ഇതിൽ തന്നെ അടുത്ത പ്രോജക്റ്റ്. ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഉള്ള പ്രോജക്റ്റ്, അതായത് റെൻഡറിൽ കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. ഇറ്റ് ഇസ് പക്ഷേ ഈസി, ജസ്റ്റ് പ്രോസസ്. ഇതിലിപ്പോ മെയിൻ ആയിട്ട് ഡിപ്ലോയ് ആയോ, ഡിപ്ലോയ്മെന്റ് ഓക്കെ നോക്കട്ടെ. എനിവേ, ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ റൂട്ട് ഡയറക്ടറിയുടെ കേസാണ്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ കപ്പിൾ ഓഫ് അതർ തിങ്സ് കൂടി നിങ്ങൾ നോട്ട് ചെയ്യേണ്ടി വരും. അത്രേ ഉള്ളൂ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് സ്ക്രീൻ പോയിട്ട് നിങ്ങൾ അതൊന്നും പറഞ്ഞില്ല. എനിവേസ്, സോ നമുക്ക് അടുത്തത് ലുക്ക് ഇൻ ടു ഫുൾ സ്റ്റാക്ക് പ്രോജക്റ്റ് പോസ്റ്റ് ചെയ്യുന്ന കേസ്. സോ ഞാനിപ്പോ ഇത് മറ്റേ പ്രോജക്റ്റ് ഞാൻ നിർത്തുകയാണ്. ആൻഡ് നമുക്ക് നമ്മളെ ഫുൾ സ്റ്റാക്ക് പ്രോജക്റ്റ് പോസ്റ്റ് ചെയ്യാം. സോ നമ്മളെ ഫുൾ സ്റ്റാക്ക് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ക്വിക്ക് നോട്ട്സ് ആണ്. അവിടെ ക്വിക്ക് നോട്ട്സ് ഇസ് ജസ്റ്റ് ഒരു നോട്ട് ടേക്കിംഗ് ആപ്പ്. ആൻഡ് നമുക്കിത് സാധാരണ റൺ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ npm ഇൻസ്റ്റാൾ ചെയ്യണം. അതായത് ആദ്യം നമുക്ക് ഇതിന്റെ ഡിപ്പെൻഡൻസീസ് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യണം.
അതിന് നമ്മൾ npm install കൊടുക്കും. This is not actually needed because I already installed my dependencies. പക്ഷെ this is the വഴി. You have to also note this. കാരണം എന്താ വെച്ചാൽ നമ്മൾ മറ്റേ ഹോസ്റ്റിംഗ് പ്രൊസസ്സിൽ നമ്മളിത് ചെയ്യും. കാരണം we are also running that project ആണല്ലോ അവിടെ നടക്കുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും? npm start കൊടുക്കാം. അപ്പോ this is actually running at http localhost 3000 എന്ന് പറഞ്ഞ പോർട്ടല്. So localhost എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ points to my own computer. So ഇത് നിങ്ങളെടുത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വർക്ക് ചെയ്യില്ല. Just not together. There's some issue with this thing. My quick notes. Yes. This is localhost 3000 നമ്മളെ പ്രോജക്റ്റ് റൺ ചെയ്യുന്നു. ഇവിടെ എന്തായി? ഇങ്ങനെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? അതോടാവട്ടെ. നമ്മളുടെ ഈ പ്രോജക്റ്റിന്റെ കേസ് കഴിഞ്ഞു. ആൻഡ് സോ ദിസ് ഇസ് ഹൗ നമ്മളുടെ ഈ കറന്റ് പ്രോജക്റ്റ് ഉള്ളത്. സോ കറന്റ് പ്രോജക്റ്റില് ദിസ് ഇസ് ജസ്റ്റ് എ നോട്ട് ടേക്കിംഗ് ആപ്പ് where you can just save your note. ഇങ്ങനത്തെ ഒരു സംഭവമാണിത്. ആൻഡ് ലെറ്റ് സി ഹൗ വി ക്യാൻ ഹോസ്റ്റ് ദിസ്. സോ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തുണ്ട്? ഈ ക്വിക്ക് നോട്ട്സിലാണെന്ന് വെച്ചാല് if one more thing, if anyone is hosting and if you guys are having any problem, just let me know. Okay. Yes, നമ്മൾ ഹോസ്റ്റ് ചെയ്തു. Congratulations, you just deployed a new project. Network issue ഉണ്ട്. Yeah, നമ്മൾ നേരത്തെ നമ്മളെ പ്രോജക്റ്റ് ഹോസ്റ്റ് ചെയ്തത് ഈ നമ്മൾ hosted our simple HTML project. This is the link. Yeah, this is the link. And ഇപ്പൊ ഞാൻ ഈ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാണെന്ന് വെച്ചാല് this will work obviously because that is what I just shared all my knowledge. So this should work as my principle and this will work. And yeah, so the host it. And let's actually go into hosting this full stack website. This is where a lot of people don't know, and actually it was pretty easy. So let's host this. So either host cheyaanu vechal because it has a backend, I will recommend you guys to host this in Render എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. സോ റെൻഡർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് ഇങ്ങനെയായിരിക്കില്ല വരിക. നിങ്ങൾക്ക് നേരത്തെ സെയിം പ്രോസസ് ഫോളോ ചെയ്യുന്നുണ്ട് വരും. ദ സൈൻ അപ്പ് ഓതറൈസിങ് ത്രൂ ഗിറ്റ്ഹബ് പ്രോസസ് ഫുള്ള് നിങ്ങൾ ചെയ്യേണ്ടി വരും. ലെറ്റ് മീ സീ ഇഫ് ഐ കുഡ് റീഡു ദാറ്റ്. I don't know if I know my password or something. So നിങ്ങൾ റെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ by the way I think I said if you guys have any issues ഒന്നും ഹാപ്പൻ ചെയ്യാൻ വഴിയില്ല. കാരണം we just did it here. So yeah, anyways എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ just let me know through voice. കാരണം I can't see messages. നെറ്റ്വർക്ക് ഇല്ല. യെസ്, നെറ്റ്വർക്ക് ബാഡ് ആണല്ലോ. So I wanted to show how നിങ്ങളുടെ റെൻഡർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഓപ്പൺ ആവുന്നില്ല. ലോഗിൻ പോ. I want render.com ചെയ്യുമ്പോൾ അനുസരിച്ച് തന്നെ പറഞ്ഞേ. What is its problem? Anyways, ലോഗിൻ ആണ് സ്റ്റിൽ വരുന്നത്. ലോഗിൻ അല്ലാണ്ട് കൊടുക്കുമ്പോൾ ലോഗിൻ ആണ് വരുന്നത്. പക്ഷെ we can just leave it, I guess. Yeah. I'm glad that someone is saying that.
It's just happened, you know. For some reason, I'm trying to open the Sadharna render. Wait, let me just start from the first render. Okay, yes. So നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കമ്മിങ് ബാക്ക് വി ഹാവ് ടു ഹോസ്റ്റ് another another web app which has front and back end and database. പക്ഷെ ഇവിടെ ഡേറ്റാബേസ് ഉണ്ട്, പക്ഷെ which is SQL ഞാൻ ഒരെണ്ണം ഹോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ വിച്ച് വിൽ ഹോസ്റ്റ് ചെയ്യുമ്പോൾ പ്രശ്നമില്ല, പക്ഷെ നിങ്ങളത് ഓപ്പൺ ചെയ്ത് റൺ ചെയ്യാൻ നോക്കുമ്പോൾ റൺ ആവില്ല, കാരണം കുറെ ഡിപെൻഡൻസി ഇഷ്യൂസ് കാരണം. സോ ഐ ജസ്റ്റ് റിമൂവ്ഡ് ദ ഡേറ്റാബേസ് SQL to just a JSON file, പക്ഷെ doesn't matter in the hosting scenario, everything will work. Yeah. സോ നമുക്ക് റെൻഡർ പാർട്ടിലേക്ക് കിടക്കാം. ഇത് ഡിലീറ്റ് ചെയ്യാം. സോ എന്തിനാണ് നമ്മളോടൊക്കെ നമുക്ക് ഈ സംഭവം ഹോസ്റ്റ് ചെയ്യണം, ദിസ് തിങ് ഹോസ്റ്റ് ചെയ്യണം. സോ ഹോസ്റ്റ് ചെയ്യാന്ന് വെച്ചാല് ഇഫ് ഇറ്റ് ഹാസ് എ ബാക്ക് എൻഡ് ഇറ്റ് ഇസ് ബെറ്റർ ടു ഹോസ്റ്റ് അറ്റ് ഇൻ റെൻഡർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം. ഇറ്റ് ഇസ് സെയിം ലൈക്ക് വേഴ്സൽ, പക്ഷെ റെൻഡർ ഇസ് ബെറ്റർ. യെസ്, റെൻഡർ ഇസ് ഗുഡ് ഫോർ ബാക്ക് എൻഡ് ഉള്ള പ്രോസസ് ഹോസ്റ്റ് ചെയ്യാൻ. So yeah, this is how it will open for you guys. And I think sign in option, sign up എന്ന് പറഞ്ഞ ഓപ്ഷൻ വരില്ലേ, getting started, it will work for me, പക്ഷെ I think പ്രശ്നമാണ്. I think I'll just go with the sign in itself. ഇങ്ങനെ sign in ഇതാണ് പ്രശ്നം. My sign is not showing my password. I don't know my password. So you should just recommend it. Yeah, recommend it. And I'm signing in. So നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ നമ്മൾ വേഴ്സലിന്റെ സെയിം വഴി, ദാറ്റ് ഇസ് you have to authorize through the GitHub and sign up authorizing through GitHub in the process ചെയ്യേണ്ടി വരും. And I don't think I have to explain it here again. And just if you guys have any doubts or anything, ഇപ്പൊ നടക്കുന്നില്ലെങ്കിൽ just let me know, or share in the നിങ്ങളുടെ വീട്ടിലെ ഗ്രൂപ്പിലെങ്ങാനും so Jewel or Ankita, just share me that. അങ്ങനെ എന്തെങ്കിലും we can connect. Okay. Sign up process. I think sign up process I don't have to explain. Yeah. So we'll just get into our hosting. So നമ്മൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ പോയി. what, yeah, screen issues and issue. Yeah. So we'll just come straight getting into there is a new and പറഞ്ഞിട്ടുള്ള button which is in the top right corner. Click ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Still not visible. പോയോ share screen. Presentation is starting. Issue should have finally got deleted. Is that visible? Okay. It is taking time, so I'll just wait. So is anyone actually doing or following this? ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നുണ്ടെങ്കിൽ just എന്തെങ്കിലും issues വരാൻ വെച്ചാൽ just let me know. Issues വരാൻ ചാൻസ്, it is going hands on. My presentation button is still not available ആയിട്ടിരിക്കും. 5 മിനിറ്റ് പണിയുള്ളൂ ആക്ച്വലി ഹോസ്റ്റ് ചെയ്യുന്നത്. Okay. So yeah,
we can fast put it. So നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ there is a top right corner there is a button called new. If I click that, എനിക്ക് I have to choose. അതായത് വെബ് സർവീസ് ആണ് ഞാൻ ചൂസ് ചെയ്യേണ്ടത്. കാരണം I am ഒരു ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ഉള്ള പ്രോജക്റ്റ് ആണ് ഞാൻ ഹോസ്റ്റ് ചെയ്യുന്നത്. സോ വെബ് സർവീസ് ഇഫ് ഇറ്റ് ഇസ് ജസ്റ്റ് എ ഫ്രണ്ട് എൻഡ് ആയിട്ടുള്ള ആപ്പ് ആണെന്ന് വെച്ചാൽ ഐ കുഡ് ജസ്റ്റ് ഇപ്പൊ നേരത്തെ പോലത്തെ ആണെന്ന് വെച്ചാൽ ഐ കുഡ് ജസ്റ്റ് യൂസ് സ്റ്റാറ്റിക് സൈറ്റ്. പക്ഷെ ഐ ആം ഹോസ്റ്റിംഗ് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ആൻഡ് ഡേറ്റാബേസ് ഉള്ള ഒരു വെബ് ആപ്പ്. സോ ഐ വിൽ ബി ചൂസിങ് വെബ് സർവീസ് എന്നുള്ളത്. സോ ഇറ്റ് വിൽ ഷോ ദ റെപ്പോസിറ്ററീസ്. മുമ്പത്തെ സെയിം പ്രോസസ് എൻ്റെ കയ്യിലുള്ള ഗിറ്റ്ഹബ് റെപ്പോസിറ്ററീസ് ഒക്കെ കാണിക്കും. സോ എനിക്ക് പോസ്റ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ് ഏത് റെപ്പോസിറ്ററിയിലാണോ ആ റെപ്പോസിറ്ററി ഞാൻ ചൂസ് ചെയ്യാം. ഇപ്പൊ എനിക്ക് ഹോസ്റ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ് എന്ന് പറയുന്നത് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള റെപ്പോലായതുകൊണ്ട് ഞാൻ അത് ചൂസ് ചെയ്യും. ആൻഡ് ഇവിടെ എന്തൊക്കെയാണ് നോട്ട് ചെയ്യേണ്ടത്? These are optional. Don't have to look. ഇതൊക്കെ അവര് ലാംഗ്വേജ് ഒക്കെ അവർ തന്നെ ഡിറ്റക്ട് ചെയ്തു. അതായത് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് നോഡാണ്, എക്സ്പ്രസ് നോഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ ലാംഗ്വേജ് ഒക്കെ അവർ തന്നെ ഡിറ്റക്ട് ചെയ്തു. നോ നീഡ് ടു ചേഞ്ച് ദാറ്റ്. നമ്മളുടെ ദിസ് ഓൾസോ നോ നീഡ് ടു ചേഞ്ച്. മോസ്റ്റ് ഓഫ് ദ കേസസ് നോ നീഡ് ടു ചേഞ്ച്. പക്ഷെ കാരണം നമ്മളെ കോഡേഴ്സിന്റെ മെയിൻ ബ്രാഞ്ച് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ ഗിറ്റ് ഹബിന്റെ സെഷൻ കേട്ടുകഴിഞ്ഞാൽ യു വിൽ get an idea about what branch എന്നുള്ളത്. The code is in the main branch. So അതും and most of the cases നിങ്ങൾക്ക് ബ്രാഞ്ച് ഒന്നും ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പൊ വിൽ ബി ആൻഡ് ദ മെയിനിൽ തന്നെ ഇതൊന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട. യെസ്, ദിസ് ഇസ് സംതിങ് യു ഗൈസ് ഷുഡ് നോക്കണം. കാരണം റൂട്ട് ഡയറക്ടറി. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത് നമ്മളുടെ ഏതാണ്, നമ്മളുടെ ഡിഫോൾട്ട് ആയിട്ട് അവർ ഫുൾ റെപ്പോസിറ്ററി റൂട്ട് ഡയറക്ടറി ആയിട്ട് എടുക്കും. പക്ഷെ നമ്മളുടെ ഹോസ്റ്റ് ചെയ്യേണ്ട പ്രോജക്റ്റ് എവിടെയാണ് കിടക്കുന്നത്? നമ്മളുടെ ക്വിക്ക് നോട്ട്സിൽ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കിടക്കേണ്ടത്. സോ ഐ ഹാവ് ടു മേക്ക് ദാറ്റ് ആസ് മൈ റൂട്ട് ഡയറക്ടറി. സോ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ./quick notes ദിസ് ഇങ്ങനെ കൊടുക്കാം. I have to check the spelling. Quick notes. I guess this is right. So this is my root directory. This is my root directory. Quick notes എന്ന് പറയുന്നതാണ് എൻ്റെ root directory. And build command. Build command എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ do you guys remember before running the project locally ഞാൻ project run ചെയ്യുന്നതിന് മുൻപ് here what I did എന്നുള്ളത് npm install ചെയ്തു. This is my build command. So I have to mention here my build command. npm build. npm build and start command. And you guys remember the start command? Where is my and this is my start command. Wait. Sorry, this is my npm start. Yeah, this is my start command. And idellam കാണുന്നുണ്ടെന്ന്. Yes. So this is my start command, and I will give my start command npm start. And these are all are not needed. I have to choose free. Yeah. And right now variable എന്ന് പറഞ്ഞ ഓപ്ഷൻ എനിക്ക് വേണ്ട. കാരണം .tnv ഫയൽസ് സാധാരണ നമ്മളൊരു പ്രോജക്റ്റ് ഇല്ല, നമ്മളിപ്പോ വല്ല API കേസോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മൾ അത് ആക്ച്വലി .tnv ഫയൽസിലാണ് സ്റ്റോർ ചെയ്യുക. ആൻഡ് ഐ ഡോണ്ട് ഹാവ് അങ്ങനത്തെ API കേസ് റൈറ്റ് നൗ. ആൻഡ് മോസ്റ്റ്ലി യു ഗൈസ് വോണ്ട് ഹാവ് ടു. ബട്ട് അങ്ങനെ ഒരു .tnv ഫയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഐ ഷോ ആൻ എക്സാമ്പിൾ ദാറ്റ്. ഞാൻ എവിടെയെങ്കിലും കാണിച്ചു തരാം. So അതുണ്ടെങ്കിൽ you have to share here. പക്ഷെ right now we don't have API keys or .tnv files. So we just deploy service. So this is just hosting. ഇത്രയുള്ള hosting എന്നുള്ള process. Only thing you guys have to notice, ഇവിടെ building start ചെയ്തു. So building start. Yeah. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിന്റെ പ്രോസസ് ഉള്ളൂ. പക്ഷെ ഒരു കുറച്ച് കപ്പിൾ ഓഫ് തിങ്സ് നിങ്ങൾ നോട്ട് ചെയ്താൽ മതി. ദെൻ ഇറ്റ് ഈസ് ഓൾ ഗുഡ്. ഇപ്പൊ ഇവിടത്തെ കേസിലാണെങ്കിൽ കപ്പിൾ ഓഫ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഡയറക്ടറി ചെക്ക് ചെയ്യണം. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
റൂട്ട് ഡയറക്ടറി ചെക്ക് ചെയ്യണം. വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിൽഡ് കമാൻഡും സ്റ്റാർട്ട് കമാൻഡും കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള തിങ്സ് നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ .env ഫയൽസ് ഉണ്ടെങ്കിൽ .env ഫയൽസ് കൊടുക്കണം. ചില സമയങ്ങളിൽ യുവർ പ്രൊജക്ട് വിൽ ബി റിയലി ബിഗ് ദാറ്റ് യു വിൽ റിയലി ബിഗ് ദാറ്റ് സംടൈംസ് ഡിപ്പെൻഡൻസീസ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ലൈക്ക് ഇപ്പൊ ഓപ്പൺ സിവിയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ തിങ്സ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റാൾ ചെയ്യണം. സോ വാട്ട് വിൽ യു ഗൈസ് ഡു ഇസ് നിങ്ങൾ ഒരു requirement.txt എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഡിപ്പെൻഡൻസീസ് ഉള്ള അതിൽ കൊടുക്കും. അപ്പോൾ നമ്മളുടെ വെബ് ഹോസ്റ്റിംഗിലെ ബിൽഡില് നമ്മൾ അത് മെൻഷൻ ചെയ്യും, ബിൽഡ് കമാൻഡിൽ അത് മെൻഷൻ ചെയ്യും, ആൻഡ് ഇറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ദാറ്റ് ആൻഡ് ഇറ്റ് വിൽ വർക്ക്. There is an error. npm build is showing an issue. Unknown command build. Let's see. Oh, sorry. What the hell did I type? npm build ആണോ? npm install അല്ലേ you guys? So, ഇപ്പൊ you guys see, ഇതാണ് പ്രശ്നം. So this is actually a good learning. നോക്ക്, കാരണം എന്താ വെച്ചാൽ you guys will have issues. So ഇവിടെ ഇപ്പൊ ബിൽഡ് ലോഗ്സ് കാണാൻ പറ്റും. ഇവിടെ ബിൽഡ് ലോഗ്സ് നിങ്ങൾ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ ഇഷ്യൂ എന്ന് കാണാൻ പറ്റും. ഇവിടെ കണ്ട npm build. What is the actual build command? npm install. So that is why this is called unknown command. This is how you debug stuff. So what will we have to do? We go to settings and change the build command. What is the build command? This is the build command. Edit it. What was our build command? Install. npm install. Save changes and it will rebuild. I think it will rebuild again. Yes, it will rebuild. Yes. So ഇങ്ങനത്തെ സംഭവങ്ങൾ, അതായത് സ്റ്റാർട്ട് കമാൻഡ് കൊടുക്കുന്നത് ശരിയാവണം, റൺ ബിൽഡ് കമാൻഡ് കൊടുക്കുന്നത് ശരിയാവണം. ഇങ്ങനെയുള്ള തിങ്സ് ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ വർക്ക് തിങ്സ് വർക്ക്. സോ ബൈ ദാറ്റ് ടൈം ഒരു തിങ്ങും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ട് ഞാൻ നിർത്താം, വിച്ച് ഇസ് മോർ കോംപ്ലെക്സ് പ്രോജക്റ്റ്. There is one project. I hope everyone is here എന്നുള്ളത്. Let's just build. ഇനി ബിൽഡ് ഇഷ്യൂസ് എന്ന് വരാൻ ചാൻസ് ഇല്ല. Let it build and it will take time. Yeah. So by that time, I hope this is clear എന്നുള്ളത്. And by that time, I'll show you another project. So this is a pretty big project. Where is my project? So ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ this project ആണ്. This is actually a big project. ഇവിടെ എന്താണ് ഫ്രണ്ട് എൻഡിന് എത്ര ഉണ്ട്, ബാക്ക് എൻഡിന് എത്രയുണ്ട്, ആൻഡ് ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ഡിഫറെന്റ് ഫയൽസിലാണ് കിടക്കുന്നത്. ഇതില് എന്താന്ന് വെച്ചാൽ ഫ്രണ്ട് എൻഡ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൽ എഴുതിയിട്ടുള്ളത്, നോട്ട് ജെഎസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. ബാക്ക് എൻഡ് എന്ന് പറയുന്നത് വേറെ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളതാണ്, പൈത്തണിൽ എഴുതിയിട്ടുള്ളതാണ്. സോ മോസ്റ്റ് ഓഫ് യു ക്യാൻ ആക്ച്വലി എന്താണ് ഇങ്ങനെ ചെയ്യാം, മിക്സ് ആൻഡ് മാച്ച് ഒക്കെ ചെയ്യാൻ പറ്റും. ഫ്രണ്ട് എൻഡ് ഒരു ലാംഗ്വേജിൽ എഴുതാൻ പറ്റും, ബാക്ക് എൻഡ് ഒരു ലാംഗ്വേജിലൊക്കെ എഴുതാൻ പറ്റും. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്താന്ന് വെച്ചാല് ദെൻ ഈ ഒരുമിച്ച് ഹോസ്റ്റിംഗ് എന്നുള്ള പരിപാടി നടക്കില്ല. മീൻ ഇപ്പൊ ഇവിടുത്തെ കേസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഫുൾ പ്രോജക്റ്റ് ഒറ്റ സ്ഥലത്താണ് ഹോസ്റ്റ് ചെയ്തത്. പക്ഷെ ഇവിടുത്തെ കേസിൽ ആ ഫ്രണ്ട് എൻഡ് ആൻഡ് ബാക്ക് എൻഡ് ആർ ഡിഫറെന്റ് ഫ്രെയിം വർക്ക്സ്, ഡിഫറെന്റ് ലാംഗ്വേജസ്. യു ഹാവ് ടു ഹോസ്റ്റ് ബാക്ക് എൻഡ് സെപ്പറേറ്റ്, ഈ പറഞ്ഞ പ്രോസസ്സ് പോലെ, ആൻഡ് യു ഹാവ് ടു സെപ്പറേറ്റ്ലി ഹോസ്റ്റ് ഫ്രണ്ട് എൻഡ് സെപ്പറേറ്റ്. This is what you guys will have to do. So ഞാനിത് ഹോസ്റ്റ് ചെയ്തിട്ടുള്ളത് കാണിച്ചു തരാം. സോ ഇതിന് ഞാന് ഇതിന്റെ ബാക്ക് എൻഡ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ആക്ച്വലി നീഡ്സ് കുറെ ഡിപ്പെൻഡൻസീസ്. ഇപ്പൊ ഞാൻ ട്രാൻസ്ഫോമേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, ഫാസ്റ്റ് API യൂസ് ചെയ്തിട്ടുണ്ട്, ടോർച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇത്ര അധികം എന്താണ് ഡിപ്പെൻഡൻസീസ് എനിക്ക് ഇറ്റ്സ് എ ബിഗ് പ്രോജക്റ്റ് ആവശ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഈ ഡിപ്പെൻഡൻസീസ് കൊള്ളും ഒരു requirement.txt എന്ന് പറഞ്ഞ ഫയലിൽ ഇതുപോലെ മെൻഷൻ ചെയ്യും. സോ ദ പ്ലാറ്റ്ഫോം ഈ requirement.txt ബിൽഡ് ചെയ്യുന്ന സമയത്ത് അതിലത്തെ ഓരോന്നും ഇൻസ്റ്റാൾ ചെയ്യും. ആൻഡ് ഐ ഷോ യു ഹൗ ഐ ഹോസ്റ്റഡ് ദിസ് തിങ് എന്നുള്ളത്. ഐ സെപ്പറേറ്റ്ലി ഹോസ്റ്റഡ് ബിക്കോസ് ഇത് രണ്ടെണ്ണം സെപ്പറേറ്റ് ലാംഗ്വേജസിൽ എഴുതിയിട്ടുണ്ട്. ഐ ജസ്റ്റ് ലവ്
front end JavaScript at the back end Python വരുന്നത്. And yeah, that's it. അതുകൊണ്ട് most of the times I have to do this. So actually ഞാനിത് host ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെയാണ്. Oh yeah. By the way, our website is hosted and it's live. Yeah, കണ്ടായിട്ടുള്ളത്. ഞാൻ പറഞ്ഞ couple of things just നിങ്ങൾ നോട്ടീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോട്ടീസ് അല്ല took care ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ you can actually wait. This is available primary. Yes. So this is where we hosted, and you guys, this is the hosted link, and you guys can try out. This is hosting. This is hosting 101. Yeah. So at the last to wrap up, I'll show you another example of another way of I did host. Another way of hosting. It's not another way. It's a way in there. I just write different languages. So, ഇപ്പോ തിങ് എന്താന്ന് വെച്ചാല് ഇവിടെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം എപ്പോഴും ചെയ്യാന്ന് വെച്ചാല് ബാക്ക് എൻഡ് ഞാൻ പൈത്തണിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാസ്റ്റ് API വെച്ചത് കവർ ചെയ്യും. ആൻഡ് ഇത് ഫാസ്റ്റ് API എന്താണ് ഒന്നും പറയാനുള്ള ടൈം ഇല്ല. സോ ഐ ജസ്റ്റ് ഗോ ആൻഡ് ടെൽ ഞാൻ ബാക്ക് എൻഡ് ഫോൾഡർ മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് ബാക്ക് എൻഡ് പൈത്തണിലായതുകൊണ്ട് ഞാൻ ബാക്ക് എൻഡ് ഫയൽ മാത്രം ഞാൻ റെൻഡറിൽ ഹോസ്റ്റ് ചെയ്യും. സോ ഇത് ആക്ച്വലി ഹോസ്റ്റ് ചെയ്തിട്ട് കിടക്കുന്നതാണ്. ഇവിടേക്ക് നോക്കേണ്ട ആവശ്യമില്ല. വി ക്യാൻ ആക്ച്വലി സെറ്റിംഗ്സ് ലുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ദിസ് ഈസ് ഈ GitHub URL നിന്ന് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഇതിന്റെ റൂട്ട് ഡയറക്ടറി എന്ന് പറയുന്നത് എന്താണ് മാൻസ്ലേറ്റർ ബാക്ക് എൻഡ് ആണ്. ബാക്ക് എൻഡ് ഫയൽ മാത്രമാണ് നമ്മളെടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഫുൾ പ്രോജക്റ്റ് എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ ബാക്ക് എൻഡ് മാത്രം എടുത്ത് പോസ്റ്റ് ചെയ്തു. ആൻഡ് ഇവിടുത്തെ ബിൽഡ് കമാൻഡ് കണ്ടോ? ബിൽഡ് കമാൻഡ് എന്ന് പറയുന്നത് pip install requirement.txt ആണ്. അതായത് ഈ requirement.txt-യില് ഈ ബാക്ക് എൻഡിന് വേണ്ട എല്ലാ ഡിപ്പെൻഡൻസീസും ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഡിപ്പെൻഡൻസീസ് ഓരോന്നായിട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ദിസ് ഇസ് വാട്ട് യു ഷുഡ് ഡു ഡ്യൂറിങ് ദ ബിൽഡ് എന്നുള്ളത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വേറെ എന്താണ് സ്റ്റാർട്ട് കമാൻഡ് കൊടുത്തിട്ടുണ്ട്. ദിസ് ഇസ് ഇറ്റ് സ്റ്റാർട്ട് കമാൻഡ്. കാരണം ഇറ്റ് ഇസ് fast API ആണ്, which you don't have to look right now. I mean, we don't have the time to explain right now. So this is its start command. And ഇതിന് environment ഉണ്ടാവും. Okay, wait. So ഇതിന് environment ഉണ്ടാവുമല്ലോ. Environment, I hope it does. It do have a big environment. Yeah, they kanda. This is a big project and it do have API keys and other environment variables. And അതെല്ലാം സ്റ്റോർ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ്. ഞാൻ അന്ന് നേരത്തെ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നമ്മൾ ഈ എൻവയോൺമെന്റ് വേരിയബിൾസ് എല്ലാം കൊടുക്കുക എന്നുള്ളത്. ഇത് ആക്ച്വലി ഫയലിൽ എവിടെയാണ് ഉള്ളത്? ഇത് ആക്ച്വലി ഇവിടെ ഈ ഫയലിലാണ്, which is API keys and സംഭവങ്ങളാണ് .env ഫയല്. Did I just showed you my I just leaked my API keys. Anyways, I'll just change it or I'll just anyways എന്തായിരുന്നു? So yeah, API keys and സംഭവങ്ങളെല്ലാം സെൻസിറ്റീവ് ഡേറ്റ ആണ്. എല്ലാ സംഭവങ്ങളും ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും. ആൻഡ് then I just host it. അപ്പൊ നമ്മളിത് ഹോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ ഇസ് ഐ ഗെറ്റ് എ URL. ബാക്ക് എൻഡിന് ഒരു URL കിട്ടും. ആൻഡ് ദിസ് ബാക്ക് എൻഡ് URL ഞാൻ പോയോ? സ്ക്രീൻ പോയ സമയത്ത് you guys saw my API key? It is actually a public project and I don't want to. So ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ I will get the URL. ഇതാണ് ആ URL which I will use in the back, use in the front end.
ഫ്രണ്ട് എൻഡ് ഫയൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ വിൽ യൂസ് ദിസ് URL എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ഐ വിൽ യൂസ് ദിസ് URL ടു സെൻഡ് റിക്വസ്റ്റ്. ഫ്രണ്ട് എൻഡിൽ ഞാൻ യൂസ് ചെയ്യും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. സംതിങ് എവിടെയാണ് ഇത് കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തത് എനിക്കറിയില്ല. Somewhere it is used. I'm just trying to see where it is. Oh, it is actually time consuming. Public URL. .tng file ആണ്. I don't have to actually, but yeah. Anyways, that is something കണ്ടുപിടിക്കുന്നത്. So that is actually hosting a bigger project with the API keys and things. Yeah, I think that's it, Enna. And if there is any queries or something, you could just ask me right now. Actually, hosting another process is just 10 minutes in your work, but I just blabbered a lot in the first. You guys have any doubt in that area or something, you can ask now. Or if you guys, anyone is following along with the tutorial, just let me know any doubts ഉണ്ടെങ്കിൽ. Or we can just wrap up at 9:50. Oh, I feel ഭയങ്കര one more question. Yeah. Node.js and Tailwind CSS. അതിന്റെ യൂസ് Tailwind. എന്താണെന്ന് അറിയാമോ? Tailwind. Node.js എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ Node.js എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു പാക്കേജ് നോഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പാക്കേജ് മാനേജർ ആണ്. അതായത് ഇപ്പോ എനിക്ക് ഞാൻ ഈ വെബ്സൈറ്റ്, ഈ സംഭവം ഞാൻ തന്നെ ഇരുന്ന് ബിൽഡ് ചെയ്യാണ്. അതായത് ഫ്രം സ്ക്രാച്ച് HTML CSS JavaScript യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യാണെന്ന് വെച്ചാല് ഇറ്റ് ഈസ് ഭയങ്കര ഹെക്ടിക്. ഐ നീഡ് ടു, ഇപ്പൊ ഇവിടെ കണ്ട നോഡ് മൊഡ്യൂൾസ് എന്ന് പറഞ്ഞ ഫയല് കാണും. ഈ നോഡ് മൊഡ്യൂൾസ് കാണുന്ന ഈ സാധനം ഫുള്ളും ഞാൻ തന്നെ ഇരുന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ എഴുതി എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. ആൻഡ് ഇറ്റ് ഈസ് വെരി ഹെക്ടിക്. സോ ഈ നോഡ് എന്ന് പറയുന്നത് ഈ പാക്കേജസിനെല്ലാം തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക, മാനേജ് ചെയ്യുകയും ചെയ്യും. ഇതാണ് നോഡ് ആക്ച്വലി യൂസ് ചെയ്യുന്നത്. ഇപ്പോ ഈ സെയിം വെബ്സൈറ്റ് HTML CSS നിങ്ങൾ റൈറ്റ് ചെയ്യാൻ നോക്കിയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിയലി ലോങ് ആൻഡ് ഇറ്റ് ഇസ് റിയലി ഹെക്ടിക്. പക്ഷെ നോഡ് ജസ്റ്റ് മേക്സ് ലൈഫ് ഈസിയർ. ഇതാണ് സംഭവം. Tailwind CSS എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ it is more like a framework something for styling. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ I don't think it is more like a framework. ഈ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ CSS യൂസ് ചെയ്യുന്നതിനേക്കാളും കുറെ എക്സ്ട്രാ കേപ്പബിലിറ്റീസ് ആൻഡ് എക്സ്ട്രാ തിങ്സ് വളരെ ഈസി ആയിട്ട് എനിക്ക് Tailwind CSS യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. അതായത് ഇറ്റ് ഈസ് ജസ്റ്റ് സ്റ്റൈലിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, വിച്ച് ക്യാൻ ബി ഓൾസോ ഡൺ യൂസിങ് CSS. പക്ഷെ CSS ഈ സെയിം തിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ടേക്സ് എ ലോട്ട് ഓഫ് എഫോർട്ട്, എ ലോട്ട് ഓഫ് കോഡ് ആൻഡ് പരിപാടികൾ. ജസ്റ്റ് ദ Tailwind മേക്സ് ഇറ്റ് ഈസിയർ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ CSS എനിക്ക് തോന്നുന്നത് 12th പഠിച്ചാന്ന് തോന്നുന്നത്. ദെൻ ഐ ഡോണ്ട് യൂസ് CSS അറ്റ് ഓൾ. ഞാൻ പിന്നെ കോളേജിൽ വന്നാൽ ഡയറക്ട്ലി ജംപ് ഇൻ ടു Tailwind CSS. കാരണം Tailwind CSS is a lot easier. മറ്റേതിനേക്കാളും you can just directly write in the JS code. Yeah, just things that makes like life easier. There anything from what I said earlier about the local host hosting? If you guys are interested in knowing about how servers and client works, like front end and back end, this you can tell me.
it was also wasn't my list, but I thought mine were enough time. And we can actually wind. And any doubts in you can share in the which group, and Ankita and she will connect me. Yeah. I feel ഭയങ്കര one woman show. എനിക്ക് എന്തെങ്കിലുമൊക്കെ വേറെ എങ്ങനെയായിരുന്നു ബാക്കിയുള്ള സെഷൻ ഒക്കെ? How is everything going? How are you guys? Hosting is ഒന്നുമില്ല. Hosting is just fun. Um, everyone's first time building something. Have you guys hosted something before? Anything? You guys want to talk up or something? സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് പ്രോജക്റ്റും വൈറ്റ് കോഡ്. Which I feel QuickNotes is kind of cool. And if you guys check out QuickNotes, it's kind of cool. സെയിം നോട്ട്സ് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ ലൈക്ക് കുറച്ചും കൂടെ കാറ്റഗറൈസ് ആയിട്ട് ഓൺലൈൻ നോക്കി ഉണ്ടാക്കിയായിരുന്നു. ബട്ട് എവിടെ നിന്ന് ഉണ്ടാക്കിയതായിരുന്നു? എങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു? ലൈക്ക് വൈറ്റ് കോഡ്? ഐ ഡോണ്ട് നോ റിയലി അബൌട്ട് ദാറ്റ്. ഞാനൊരു യൂട്യൂബ് ട്യൂട്ടോറിയൽ നോക്കി അവർക്ക് കോഡ് തന്നു. പിന്നെ അതിന് ഞാൻ This was nothing. I have cursor, so I just mentioned. So I want two projects on a front end, second one front end and back end, and I didn't even said I want this specific project, and they just made it. But I'm not expecting it to be good, but this looks good. UI looks good. It's even the QuickNotes, the logo is, and it's just moving. പിന്നെ അതിൽ ഞാൻ ഒരു ചേഞ്ചസ് വരുത്തിയില്ല. ഇറ്റ് ലുക്സ് ഗുഡ്, നൈസ് കളർ. പിന്നെ ലൈക്ക് ഒരു തിങ്കർ ഹബിന്റെ ഇതേപോലെ ഒരു ട്യൂട്ടോറിയൽ തന്നെ ഇതിലെ ആനിമേഷൻ പോലെ കേട്ടുന്ന അങ്ങനെ ലൈക്ക് ഐ തിങ്ക് അതിന്റെ പേര് മറന്നു ഒരു സൈറ്റ് ആനിമേഷൻ ഇതേപോലെ പേജിൽ കേട്ടുന്ന ഒരു സംഭവം റെക്കമെൻഡ് ചെയ്തായിരുന്നു. അത് നൈസായിരുന്നു. അമിന വിച്ച് ലീഡാണോ? I don't actually ഭയങ്കര formal. I don't want to take sessions. And I felt so bad that it went so formal, and that's why എനിക്കൊരു മനസ്സമാധാനത്തിന് I just chit chatting. Yeah. മറ്റുള്ളവരെ അപേക്ഷിച്ച് സീനിയർ കുറച്ച് കൂളായിരുന്നു ഏത് സീനിയർ? എടുക്കുന്നത്. എന്നെയാണ് സീനിയർ ഉദ്ദേശിച്ചത്? I don't. Oh, I see. Anything you can ask me. Yeah, I hope you guys know me. അമിന വിച്ച് ലീഡ് ആണോ? എനിക്ക് മനസ്സിലല്ലേ എന്തിന്റെ ലീഡാണെന്നാണ്. വിച്ച് ലീഡ്? VIP? സോറി, WIT തിങ്കർ ഹബ്? നോ, അല്ലാണ്ട് കറിയത്. ഏത് ക്യാമ്പസാ? മെമ്പറാണ് ഞാൻ. LBS. വെയിറ്റ്, LBS മൈ കോളേജ് ആണോ? അതെ അതെ, പൂജപ്പുര. എക്സാം ഇല്ലേ നാളെ? ഇല്ല, പോസ്റ്റ്പോണ്ട് ആയി നെക്സ്റ്റ് വീക്ക്. ഞാൻ ഫസ്റ്റ് ഇയറാ. ഓക്കെ കൂൾ. ഫസ്റ്റ് ഇയർ പിള്ളേര് ബിൽഡിംഗ് സ്കൂൾ. ബാക്കി ആരൊക്കെ ഫസ്റ്റ് ഇയറിൽ വേറെ എന്തൊക്കെ പ്രൊജക്ട്സ് നിങ്ങൾ ബിൽഡ് ചെയ്തു? എന്തൊക്കെ നിങ്ങൾക്ക് ഏരിയാസ് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ. Any building stories? Anyone went to Tinkerspace or something? Anyone interested in AI ML things? No, we'll wrap up in 9:30. അത്ര സമയം ഞാൻ എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി ശ്രമിക്കാം. If anyone wants to talk.
I like sessions to be very formal. I mean, very informal, sorry. I think no one is interested to talk anything. Have you guys ever built something? I'm just asking questions and expecting anyone to respond. No. I hope this is your first time building a project. No pressure. My first time ഞാൻ building a yeah. Yes. ഫസ്റ്റ് ഇയർ ആകുമ്പോ വെബ് ഫ്യൂഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായി ടിങ്കർ ഹബിന്റെ തന്നെ ഒരു സീരീസ് ഓഫ് ഇതായിരുന്നു എല്ലാ മൺഡേ ഞങ്ങൾ വന്നിട്ട് ബിൽഡ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ. എന്നിട്ട് അപ്പൊ ഒന്ന് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായി, പക്ഷെ ഗിറ്റ്ഹബിലായിരുന്നു. ഇന്ന് ആക്ച്വലി കുറെ GitHub പറ്റും. Yeah, my first hosting was at GitHub. മുമ്പത്തെ 2 സെഷൻസും എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി എനിക്കൊന്നും അറിയാത്ത സംഭവമായിരുന്നു. അതുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് സംഭവം, നല്ല രസമുണ്ടായിരുന്നു. I hope you guys avasaram got the joke എന്നുള്ളത്. Understood this joke. I mean, the first one I saw. I think most of the people just leave the hosting part. Karam people don't know. അങ്ങോട്ട് നമ്മൾ കടക്കാത്ത പോലെ restricted area. Everyone thought about what project you gonna build for Tinker Her Hack. Okay. ഇല്ല, അതിനെ പറ്റി അധികം ആലോചിച്ചിട്ടില്ല. എങ്ങനെയാണ് നല്ല ഐഡിയ സെലക്ട് ചെയ്യുക? ഇനിയിപ്പോ നമ്മൾ എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യുന്നത് നല്ലതാണോന്ന് എങ്ങനെയാ അറിയാ? നിങ്ങള് ബെസ്റ്റ് പ്രോജക്ട്സ് ഇടുന്നത് കാണും. ബെസ്റ്റ് പ്രോജക്ട്സ് ഇടുന്നില്ലേ? ബെസ്റ്റ് പ്രോജക്ട്സ് ഞാൻ 2 ദിവസം മുമ്പ് അങ്ങോട്ട് ഷെയർ ചെയ്യണമെന്ന് കണ്ടുല്ലോ. നമുക്ക് ഇനീഷ്യലി ഉണ്ടല്ലോ, ഐ തിങ്ക് ഫസ്റ്റ് ഇയറിലൊക്കെ വന്ന സമയത്ത് നമ്മളെങ്ങനെ എന്താ നിങ്ങൾ മറ്റേ ബെസ്റ്റ് പ്രോജക്ട്സ് ഇടണം നോക്ക്. പിന്നെ പറ്റുകയാണെന്ന് വെച്ചാല് ഇവരിപ്പോ എങ്ങനെ അറിയാം, യൂസ്ലെസ് പ്രോജക്ട്സിനൊക്കെ ഫസ്റ്റ് കിട്ടിയ പ്രോജക്റ്റ് ഒക്കെ അവിടെ നിന്ന് കിട്ടാമോ? അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് യു ഗൈസ് ആർ വെരി ന്യൂ ടു ബിൽഡിംഗ് പ്രോജക്ട്, നമ്മൾ എങ്ങനത്തെ പ്രോജക്റ്റ് ചൂസ് ചെയ്യണം എന്നുള്ളത് വിൽ ബി ഭയങ്കര ഹാർഡ്. കാരണം പക്ഷെ നമ്മൾ കുറച്ചധികം വി ആർ സീയിങ് പീപ്പിൾ ആർ ബിൽഡിംഗ്. നമ്മൾ കുറച്ച് നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വി ആർ സീയിങ് പീപ്പിൾ അത് ബിൽഡ് ചെയ്യണം വാട്ട് പ്രോജക്ട് പ്രൈസ് കിട്ടുന്നത്, അങ്ങനെയുള്ള സാധനങ്ങളുടെ നമ്മൾ കുറച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ വി ഗെറ്റ് ആൻ ഐഡിയ. ഓക്കെ, എന്ത് ബിൽഡ് ചെയ്യാൻ പറ്റും, ആ ബിൽഡ് ചെയ്യുന്ന എന്ത് പ്രൊജക്ട് ബിൽഡ് ചെയ്യണം, ആ ബിൽഡ് ചെയ്യുന്നത് പോസിബിൾ ആണോ, അതായത് ഇന്ന സമയത്തിനുള്ളിൽ പോസിബിൾ ആയിട്ടുള്ള സംഭവമാണോ എന്നുള്ളത്. സോ ഇറ്റ് ഇസ് ആക്ച്വലി ഓക്കെ ടു ഫീൽ എന്താണ് എന്ത് ബിൽഡ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉള്ളത്. ജസ്റ്റ് Tinker Her Hackന്റെ they are putting out the series of first കിട്ടിയ projects. So just go through that project ഒക്കെ, അവരുടെ project നോക്കുക and think about നിങ്ങളുടെ project. ഞാൻ എന്തോ ഒരു സ്റ്റോറി കണ്ടെന്ന് തോന്നുന്നുണ്ട് മുമ്പത്തെ ടിങ്കർ ഹാബിന്റെ. ഉണ്ടായിരുന്നു. പിന്നെ മറ്റേ വെബ്സൈറ്റിൽ നോക്കുമ്പോ എല്ലാ കോളേജസും എല്ലാ പ്രോജക്ട്സ് ഉണ്ട്, പക്ഷെ അപ്പൊ അത് കൊറേ ഉണ്ടല്ലോ. ബെസ്റ്റ് പ്രോജക്ട്സ് ആയിട്ട് കിട്ടാനല്ലേ? ബെസ്റ്റ് പ്രോജക്ട്സ് ആയിട്ട് കിട്ടാനല്ലേ? ഇല്ല, കോളേജ് വൈസ് എന്താ എല്ലാ പ്രൊജക്ട്സും ഉണ്ട്, അതാണുള്ളൂ തോന്നുന്നുണ്ട്. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ. നിങ്ങള് റിത പിച്ച് ലീഡ് ആണോ, WIT ലീഡ് ആണോ? നെക്സ്റ്റ് ഇയറിന് അപ്ലൈ ചെയ്യണം. ക്യാമ്പസ് ലീഡ് ഫസ്റ്റ് ഇയർ ആണോ? അല്ല, സെക്കൻഡ് ഇയറാ. നിങ്ങൾ വിച്ച് ലീഡ് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിച്ച് ലീഡ് വഴി കണക്ട് ചെയ്തിട്ട് നിങ്ങൾ പ്രോജക്റ്റ്
ഔട്ട്, അതായത് ബെസ്റ്റ് പ്രോജക്ട്സ് കിട്ടാൻ. കാരണം വിത്ത് ലീഡർ ഐ കുഡ് ഡയറക്ട്ലി ടെൽ ദം, ഞാൻ ഓൾറെഡി ഞങ്ങളുടെ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്തതാണ്, പക്ഷെ നിങ്ങളുടെ സൈഡിൽ കൂടിയും ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി ഗുഡ്. നിങ്ങൾക്ക് അതിന്റെ പ്രോജക്റ്റ് കാണണം എന്നുള്ളത്. അങ്ങനത്തെ പ്രോജക്ട്സ് സറൗണ്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു വിൽ ഓൾസോ ഗെറ്റ് എൻ ഐഡിയ ഓക്കെ എങ്ങനത്തെ പ്രോജക്ട്സ് ബിൽഡ് ചെയ്യണം എന്നുള്ളത്. ലിങ്ക്ഡിൻ ഒക്കെ യൂസ് ചെയ്യാറുണ്ടോ? അല്ല, എല്ലാവരും ആരെങ്കിലും? LinkedIn is very overwhelming platform initially, because എപ്പോഴും everyone is doing something. നമുക്കൊരു നെഗറ്റീവ് എനർജിയാ, നമ്മൾ അതെടുത്തിട്ട് അങ്ങനെ തന്നെ ഓഫ് ചെയ്ത് വെച്ചിട്ട്. എനിക്കും തോന്നാറുണ്ട് നമ്മള് മാത്രം ഒന്നും ചെയ്യാതിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. അതൊരു കോമൺ ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് കാണുമ്പോഴാണ് കുറച്ചും കൂടി മോട്ടിവേഷൻ കയറുന്നേ. അത് നല്ല കേട്ടോ. യെസ്, ആക്ച്വലി നമുക്ക് അങ്ങനെ ഫോമോ തോന്നണം. ഫോമോ തോന്നി I am running on FOMO. Every day I saw some people, oh, they actually doing things I want to do too. I feel FOMO. I'm feeling FOMO. That I am running on FOMO. Explore cool things. അതായത് don't get stuck with HTML, CSS, web things. I mean, if you are interested and I'm passionate about designing web, അങ്ങനെയുള്ള things, front end, പക്ഷെ don't get stuck with that. അതിന് പുറത്ത് there are cool tech, അതായത് tech that most women core deep tech that women usually don't go for tech. So don't just get stuck with designing or front end or അങ്ങനത്തെ സംഭവം. I mean, that is, you have to build projects in front end, back end സംഭവങ്ങളൊക്കെ, എന്നാലും നിങ്ങൾ പുറത്തേക്ക്, പക്ഷെ അവിടെ വെച്ച് സ്റ്റക്ക് ആവാൻ പാടില്ല എന്നുള്ളതാണ്. I think last 5-6 months ആയിട്ടുള്ളൂ for me to start exploring neural network and ML things. അപ്പൊ അതിനു മുമ്പ് വരെ I was just stuck with front end. Don't get stuck അങ്ങനെ. Early starting has its privileges, especially when you are a woman. എല്ലാവരും ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ് ആണ്. 2 more minutes. I guess വേറെ ആർക്കൊന്നും അങ്ങനെ പറയാല്ല. 9:30 we can just leave. എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് അറിയിച്ചൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിത്ത് ലീഡ്സ് ആയിട്ട് കണക്ട് ചെയ്യുക. വിത്ത് ലീഡ്സ് ആണെന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യുക, അങ്ങനെയുള്ള തിങ്സ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഹോസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ഹോസ്റ്റിംഗ് ഇറ്റ്. Try learning things, building every time, learn something, build a fun project with it. Write about it in LinkedIn, showcase it. This loop continue share, and yeah, that's it, I guess. I think we can wrap. Yeah. Bye. Bye, guys. Thank you. Welcome.